നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ കഥ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഈ ഒരു പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി. എല്ലാ ലീഡേഴ്സിനെയും സ്മരിക്കുന്നു. കഥ എന്താന്ന് ഞാൻ അതിനെ ചുരുക്കി പറയാം, കാരണം നമുക്ക് സമയം വളരെ ഷോർട്ടാണ്. സോ കഥയിലേക്ക് ഞാൻ അതിനെ നേരിട്ട് പോവാണ്. കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു പേർഷ്യയിലെ ഒരു രാജാവ് തടവിലുണ്ടായിരുന്ന 2 തടവുപുള്ളികൾക്ക് വധശിക്ഷ വിധിച്ചു. രണ്ടുപേരെയും തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവിട്ടു. തൂക്കിക്കൊല്ലാൻ നടപ്പിലാക്കേണ്ട തലേത്തെ ദിവസം രാത്രി ഈ 2 തടവുള്ളിയും രാജാവ് കാണാൻ പോയി. രാജാവ് ഈ 2 തടവുള്ളികളോടും ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, അത് ഞാൻ നടത്തിത്തരാം. ഈ അവസാനത്തെ ആഗ്രഹം നടത്തിത്തരാം എന്ന് പറഞ്ഞപ്പം 2 തടവുള്ളികളിൽ ഒരു തടവുള്ളി പറഞ്ഞു, എനിക്ക് ആഗ്രഹമൊന്നുമില്ല, കാരണം നാളെ തൂക്കിക്കൊല്ലാൻ പോവാ, ഇപ്പൊ ഇന്ന് എന്ത് ആഗ്രഹിച്ചിട്ടെന്താ കാര്യം, എനിക്ക് ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. രണ്ടാമത്തെ തടവുപുള്ളി പറഞ്ഞു, രാജാവ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാജാവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെളുത്ത കുതിര ഉണ്ടല്ലോ, ആ കുതിരേനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ പറക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടി. കുതിര പറക്കേ, അതെങ്ങനെ സാധിക്കും? അപ്പം ഇയാൾ പറഞ്ഞു, അല്ല എനിക്ക് പറ്റും, എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്, ഈ കഴിവ് ഉപയോഗിച്ച് ഞാൻ ആ കുതിരയെ പറപ്പിക്കുന്നതാണെന്ന് ഇയാൾ പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് രാജാവ് ഇങ്ങനെ ആലോചിച്ചു, ഇയാൾക്കൊരു ചാൻസ് കൊടുക്കണോ? ശരി, എപ്പോ പറപ്പിക്കും? ശരി, നാളെ പറപ്പിച്ചോന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റൂല, എനിക്കൊരു 6 മാസം സമയം വേണം. കുതിരയെ ട്രെയിൻ ചെയ്യണം. കുതിരയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കുതിരയെ പറപ്പിക്കാൻ പറ്റൂ. അത് മാത്രമല്ല, ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കുതിരയെ ഇപ്പൊ നോക്കുന്ന കാവൽക്കാരന്റെ കൂടെ വേണം എനിക്ക് എന്താ പറയാ താമസമൊക്കെ, കാരണം കുതിരയുടെ കൂടെ മാക്സിമം ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ കുതിരയെ ഞാൻ പറപ്പിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് രാജാവ് ആലോചിച്ചു, ഒരു 6 മാസം സമയമൊക്കെ കൊടുത്തു നോക്കാം. ഇൻ കേസ് ഇപ്പൊ കുതിര പറക്കുകയാണെങ്കിൽ ആദ്യത്തെ പറക്കുന്ന കുതിര എന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഒരു വേൾഡ് ഫേമസ് ആയി മാറും. അപ്പൊ എന്നാ പിന്നെ ശരി, നാളെ തൊട്ട് എന്ത് ചെയ്യാ, കുതിരയുടെ ട്രെയിനിങ് തുടങ്ങിക്കോളൂ, നാളെ നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞ് രാജാവ് അവിടുന്ന് പോയി. ഇപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റേ തടവുപുള്ളി ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡിത്താണ് ഈ പറയുന്നത്? കുതിര പറക്കേ, കുതിരേനെ പറപ്പിക്കാൻ പറ്റുമോ? ഒരു ലോകത്തൊരു മനുഷ്യനും പറ്റാത്ത കാര്യമല്ലേ ഇത് എങ്ങനെ കുതിരയെ നിങ്ങൾ പറപ്പിക്കും? നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ കുതിരയെ പറപ്പിക്കാമെന്ന് പറഞ്ഞ തടവുള്ളി പറഞ്ഞു, ഞാൻ ഇതിനകത്ത് കാണുന്നത് 4-5 പോസിബിലിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്കും അറിയാം കുതിര പറക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇതിൽ ഞാൻ കാണുന്ന പോസിബിലിറ്റി, 6 മാസം കൊണ്ട് ഒരു പക്ഷേ ആ കുതിര ഒരു വയസ്സനായിട്ടുള്ള കുതിരയാണെങ്കിൽ 6 മാസം കൊണ്ട് ചിലപ്പോൾ ആ കുതിര ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ രാജാവിന് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുതിര ചത്തുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടും. രണ്ടാമത്തെ ചാൻസ്, ഈ 6 മാസത്തിനുള്ളിൽ രാജാവിന് എന്തെങ്കിലും അസുഖം പിടിപെട്ട് അദ്ദേഹം മരിച്ചു പോയാലോ? അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇതേ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ഇതേ 6 മാസത്തിനുള്ളിൽ ഞാൻ ചിലപ്പം എന്താ പറയാ ഒരു നോർമൽ ഡെത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് തൂക്കിക്കൊല്ല അതിനകത്ത് തൂക്കി രാജാവിന്റെ ഭാഗത്ത് നിന്ന് ചാവേണ്ട ഒരു ഗതികേട് എനിക്ക് വരില്ല. നോർമൽ ആയിട്ടൊരു ഡെത്ത് എനിക്ക് കിട്ടും. ഇതൊന്നും അല്ലെങ്കിലും ഈ ഒരു 6 മാസ കാലയളവ് എനിക്ക് സമയം കിട്ടുന്നുണ്ട്. രാജകൊട്ടാരത്തിലെ ഭക്ഷണവും കഴിച്ചിട്ട് രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. ഈ 6 മാസം കൊണ്ട് എനിക്ക് പ്ലാൻ ചെയ്യാം അടുത്ത പ്രാവശ്യം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യം. ഇതൊന്നും നടന്നില്ല എന്ന് വെച്ചോ, പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ വേറൊരു കാര്യം എന്താ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഈ കുതിര എങ്ങാൻ പറഞ്ഞാലോ, ഞാൻ കൃത്യമായിട്ട് ഇതിന് ട്രെയിൻ ചെയ്തിട്ട് അവസാനം കുതിര എങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ എന്നയാൾ ചോദിച്ചു. സോ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ RCM ബിസിനസ്സിനകത്ത് നമ്മളെല്ലാവരും ഈ ഓഫറിനോടുള്ള ഒരു അപ്രോച്ച്, RCM ബിസിനസ്സിലെ മിക്ക ലീഡർമാരും ഈ ആദ്യം പറഞ്ഞ ആളുടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുക ചെയ്യുന്നത്. ഇതിനകത്തും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓഫർ മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ഓഫർ എലിജിബിലിറ്റി ആവുന്നില്ല. ബട്ട് നിങ്ങളുടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഡൗൺലൈനിലുള്ള ഏതെങ്കിലും ഒരു 4-5 ആൾക്കാരെ ഓഫർ മനസ്സിലാക്കാനും അവർക്ക് ഇതിനകത്തേക്ക് വരാനും പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ബിസിനസ് വോളിയം കൂടി നിങ്ങൾ അടുത്ത പിന്നിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതേപോലെ തന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള വെച്ചോട്ടെ, നിങ്ങളുടെ ഈ ഒരു ഓഫറിന്റെ കാര്യം പറഞ്ഞ് മാക്സിമം ആൾക്കാർ നിങ്ങൾക്ക് എന്താക്കാം, ഇപ്പം നെക്ലേസിന്റെ ഓഫർ, ന്യൂട്രിചാർജിന്റെ നെക്ലേസിന്റെ ഓഫർ, ലക്കി ഡ്രോ, കാറ് ബൈക്കിന്റെ ഓഫർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അവർക്ക് അത് കിട്ടോ കിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ബട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നെറ്റ്വർക്കിൽ മാക്സിമം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വേറെ കാര്യം. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യം, നിങ്ങളുടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഈ ഓഫറിനോട് കണ്ടുകൊണ്ട് ആളുകൾ ഒരുപാട് പേര് നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യും. മറ്റൊരു കാര്യം, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഈ ഒരു ഓഫറിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇതിന്റെ ഒരു ബ്രൈബ് കാണിച്ച് ആളുകൾ കൊണ്ട് കൊണ്ടുവന്ന് അവർ നമ്മുടെ ന്യൂട്രി ചാർജോ ഗിലോയ് തുളസിരത്തോ കാടാ പൗഡറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ഒരു കൊറോണ പിടിപെടുന്നതിൽ നിന്ന് അവർക്ക് മുക്തി നേടിക്കഴിഞ്ഞാൽ അതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും.
ഇതൊന്നും അല്ലാതെ നേരത്തെ ആ കുതിര പറക്കുമെന്ന് ചോദിച്ച പോലെ ഒരു പക്ഷേ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റി, നിങ്ങൾക്കും ഒരു അച്ചീവ്മെന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാലോ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ എപ്പോഴും എന്താക്കുക, ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറ്റുക. ഇത് നടക്കാൻ പോകില്ല. കാരണം പലരും ഇതിനെപ്പറ്റി പഠിക്കാനോ ഇത് മനസ്സിലാക്കാനോ താല്പര്യപ്പെടുന്നില്ല. പലപ്പോഴും ഓഫറുകളെ പറ്റി പറയുന്ന സമയത്ത് തന്നെ ഷടപടയെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് ഇറങ്ങി ഓടുക. ഇനി ഓഫറാ പറയാൻ പോകുന്നത്, ബാക്കിയുള്ളതൊക്കെ കേട്ടിട്ട് ഓഫർ കേൾക്കണ്ട പോവാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു ആ ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു ഓഫറുകൾ മാത്രം മതിയാവും. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഉദ്യമം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. മൂർത്തി സാർ എന്നെ പരിചയപ്പെടുത്തി. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സാലറി കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് അതെല്ലാം ഉപേക്ഷിച്ച് RCM ബിസിനസ്സുമായിട്ട് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒറീസയിലും കർണാടകയിലും ഒക്കെ ചെറിയ ചെറിയ അത്യാവശ്യം മോശമില്ലാത്ത ടീമുകളുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വേറൊരു വിഷയം, അപ്പോൾ നമ്മുടെ പ്രസന്റേഷനിലേക്ക് നമുക്ക് പോവാം. പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയൊരു ഗുംട്ടിപ്പട, ഒരു ചെറിയൊരു പെട്ടിപ്പീടിയ നടത്തുന്ന ആൾക്ക് വരെ സിഗരറ്റ്, അവർക്ക് ഏത് സിഗരറ്റ് വിറ്റ് കഴിഞ്ഞാലാണ്, ഒരു 1000 സിഗരറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഏത് സിഗരറ്റിൽ നിന്നാണ് കൂടുതൽ ഓഫർ കിട്ടുന്നത് എന്നുള്ള കാര്യം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് പാന് വിറ്റ് കഴിഞ്ഞാലാണ് അവർക്ക് ഓഫർ കിട്ടുക എന്നുള്ള കാര്യം അവർക്കറിയാം. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓഫർ കിട്ടിയതിന്റെ പേരിൽ ഒരു മാസം അവർക്ക് ഒരിക്കലും അവരുടെ വീട്ടിലെ കുടുംബത്തിലുള്ള ചെലവൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. എങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് ഏത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഈ വെറും 10,000-10,000 രൂപ കിട്ടുന്ന ഒരു കടക്കാരന് അറിയാമെങ്കിൽ നമുക്കൊരു ലൈഫ് ലോങ് ഓപ്പർച്യൂണിറ്റിയാണ്, അടുത്ത ജനറേഷന് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അൺലിമിറ്റഡ് ഇൻകം കിട്ടുമെന്ന് നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. നമ്മൾ ഈ ഒരു ഓഫറിനെ പറ്റി പഠിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പാത്തറ്റിക് സിറ്റുവേഷൻ ആണ്. നമ്മൾ തീർച്ചയായും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് കിട്ടാവുന്ന ഒരു ഇൻകം അത്രയും വലുതാണെങ്കിൽ അതിനുള്ളൊരു എന്താ പറയുക, തീർച്ചയായും അറിയാനുള്ളൊരു ആർജവത്വം നമ്മൾ ഓരോരുത്തരും കാണിച്ചേ പറ്റൂ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ഓക്കെ, സോ നമുക്ക് ടൈം ഡിലേ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ അഡ്വേഴ്സ് കണ്ടീഷൻ വിത്ത് RCM ബിസിനസ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഈ RCM ബിസിനസ്സിലൂടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു എഫക്റ്റീവ്ലി നമുക്ക് എങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓഫർ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ആൻഡ് പാർട്ട്ണർഷിപ്സ് ആർ ബൂമിംഗ് ഇൻ ഇന്ത്യ. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ 2020 തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളുടെ ഒരു വലിയ ബൂമ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ RCM ബിസിനസ്സിലേക്ക് ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാലഘട്ടമാണത്. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളെ പോലെയല്ല, 100% 100% ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയാണ് RCM ബിസിനസ്. അതുകൊണ്ട് തന്നെ റിസഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോകില്ല. സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം ലോകത്ത് മുഴുവൻ സംഭവിച്ചാലും RCM ബിസിനസ്സിലുള്ള ആളുകൾക്ക് ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ അനാവശ്യമായിട്ട് ആൾക്കാർ വാങ്ങേണ്ട ആവശ്യമില്ല. മുഴുവൻ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് അടക്കം. കാരണം എന്താ, വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം, ആ ഒരു മാർക്കറ്റ് ഇന്ന് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ബൂമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽനസ് എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് റേഞ്ച് മാത്രമല്ല, RCMന്റെ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ആരോഗ്യം തരുന്ന പ്രൊഡക്റ്റുകൾ. അത് മഞ്ഞളായിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, RCMന്റെ പെയിന്റ് ആയിക്കോട്ടെ, ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആരോഗ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ട. സോ ഈ മൊത്തത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ 100% ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഒരു ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി, രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെ പോകാൻ വേണ്ടിയിട്ടും ഇന്ന് ആളുകൾ തയ്യാറാണ്. ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ ശരിക്കും ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ RCM പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അടുത്തതായിട്ട് യൂസ് ദ പവർ ഓഫ് ടെക്നോളജി. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ പോലെയല്ല, ഇന്ന് മുഴുവൻ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാനും, ഫേസ്ബുക്ക് ഉപയോഗിക്കാനും, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനും, യൂട്യൂബ് വീഡിയോസ് കാണാനും, ഈവൻ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ പവറിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യൂട്യൂബ് വീഡിയോസും ഇത്തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് ബദലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം മെസ്സേജുകൾ, കാരണം നമുക്കറിയാം നോർമലി തന്നെ നമ്മളൊരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പിനെ പറ്റിയിട്ടും അത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ RCMന്റെ പ്രൊഡക്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഓവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
കൂടുതലായി സംസാരിക്കാം, മാക്സിമം ഇത് അടിച്ചേൽപ്പിക്കുക ആളുടെ ഇടയിൽ. കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ ആ ധൈര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഡിജിറ്റൽ ടെക്നോളജിയെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവ് തിങ്കിങ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് യുവർ ഇമ്മ്യൂണിറ്റി ലെവൽ ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വിൽ ഡിക്രീസ് യുവർ ഇമ്മ്യൂണിറ്റി ലെവൽ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, സ്റ്റഡീസ് പറയുന്ന കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യമുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വരും. നമ്മൾ നെഗറ്റീവായി തിങ്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എപ്പോഴും സ്ട്രെസ്ഡ് ആണ്, ടയർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം താഴെ പോകും. നമുക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള കോവിഡ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് കഴിച്ചു, ഇപ്പോൾ ന്യൂട്രിചാർജ് SY ഒരു വ്യക്തി കഴിച്ചതിന് ശേഷം മേ ബി ആ വ്യക്തിക്ക് ആ ഒരു SY ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു മാസം ചിലപ്പോൾ എടുത്തുനിന്ന് വരാം. ന്യൂട്രിചാർജിന്റെ ഒരു പ്രോട്ടീൻ നമ്മൾ കഴിച്ചുകൊണ്ട് സ്പോട്ടിൽ നമുക്ക് അതിന്റെ ആക്ഷൻ കിട്ടിയെന്ന് വരില്ല, ബട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് കഴിച്ചതിന്റെ പേരിൽ നമുക്കൊരു ധൈര്യം വരും, യെസ് ഞാൻ ഗാമ ഒറിജിനൽ രാവിലെ കഴിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ന്യൂട്രിചാർജ് SY കഴിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പ്രോട്ടീൻ ഡെയിലി PVF ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇത് എഫക്ട് ചെയ്യില്ലെന്നൊരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ തന്നെ 50% ഇമ്മ്യൂണിറ്റി അതിൽ നിന്ന് വരും. ബാലൻസ് 50% നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു തിങ്കിങ്ങിൽ നിന്ന് 50%വും നമ്മൾ കഴിച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റിൽ നിന്ന് ബാലൻസ് 50% വരുമ്പോൾ 100% ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കും. സോ മാക്സിമം ആൾക്കാർക്ക് എന്താവുക, ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. And the last and final thing is try to get educate more and train yourself. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും നല്ലൊരു ടൈം എനിക്ക് കിട്ടാനില്ല. കാരണം മാക്സിമം ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. കാരണം നമ്മളൊരു ഫോണിൽ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് എന്തൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വ്യക്തി പറയുന്ന കാര്യം, എൻ്റെ വീട്ടിന് മുമ്പിൽ കൊറോണയാണ്, ബാക്കിൽ കൊറോണയാണ്, സൈഡിൽ കൂടെ കൊറോണ ഓടിപ്പോയി, തലേൻ്റെ മേലെ കൂടെ ചാടിപ്പോയി, ഇത് തന്നെ എല്ലാവർക്കും പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ആളുകൾക്ക് പറയാനില്ല. സോ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്, മാക്സിമം നിങ്ങൾക്ക് സംസാരിക്കുക, ഈ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഈ അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക, മാക്സിമം ഈ അവസരങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കമ്മിങ് ടു ഇൻകം ഫ്രം ന്യൂട്രീഷൻ. നമുക്ക് ഈ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച്, നമ്മുടെ RCMന്റെ എല്ലാ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു വലിയ ഇൻകത്തിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് RCM ഇസ് ദ റൈറ്റ് പ്ലേസ്. ഇതാണ് ശരിയായ സമയം, RCM ആണ് ശരിയായിട്ടുള്ള പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്രീസ് ദ റിസോഴ്സസ്. നമുക്ക് പണ്ടത്തെ പോലെ സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ RCMന്റെ പ്രൊഡക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. കാരണം എന്താ, എല്ലാ ആൾക്കാർക്കും ഇന്ന് ഇമ്മ്യൂണിറ്റി ആവശ്യമാണ്. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ വിലക്കുറവിൽ കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്കും ഇന്ന് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൊറോണയെ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്കറിയാം, RCMലെ ഓരോ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഇന്ന് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്ത് ഇതൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആളുകൾ എന്ത് ചെയ്യും, ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യൂസ് ദ ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ, നോട്ട് ഓൺലി യൂട്യൂബ്, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്ടെവർ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുക. ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രോബ്ലം സോൾവിംഗ്, ദെൻ ദ ബിസിനസ്. പണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു കുത്തുള്ളത്, പക്ഷേ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണല്ലോ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഉള്ളിലൊരു വിഷമം നമുക്ക് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ബട്ട് ഇന്ന് അങ്ങനെ നിങ്ങൾ ബിസിനസ്സിന്റെ കാര്യം പറയണ്ട, നിങ്ങൾ അവരുടെ ഇമ്മ്യൂണിറ്റിയെ പറ്റിയും അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ ആരോഗ്യപ്രദമായി രക്ഷപ്പെടാമെന്നുള്ള കാര്യം മാത്രം സംസാരിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി അവരുടെ വീട്ടിലുള്ള പ്രോബ്ലംസ്, അവരുടെ കുടുംബത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ RCMന്റെ ഏതൊരു പ്രൊഡക്റ്റിനെ പറ്റിയും RCM ബിസിനസ്സിനെ പറ്റിയും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മടി ഉണ്ടാവില്ല. സോ ഓൾവേസ് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രോബ്ലം സോൾവിംഗ് ആഫ്റ്റർ ദാറ്റ് ബിസിനസ്. അതിനുശേഷം നിങ്ങൾ ബിസിനസ്സിലേക്ക് പോയാൽ മതി. ഹൈലൈറ്റ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹെർബൽ, നാച്ചുറൽ ആൻഡ് 100% വെജിറ്റേറിയൻ. നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ്, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾക്ക് 100% ഹെർബൽ പ്രൊഡക്റ്റുകളാണ്, 100% നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ് ആൻഡ് 100% വെജിറ്റേറിയൻ പ്രൊഡക്റ്റുകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇത് കേൾക്കുന്നത്. ആരും എനിക്ക് നോൺ വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് മതി എന്ന് ഭക്ഷണത്തിനല്ലാതെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ ആരും സംസാരിക്കാറില്ല. സോ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതെല്ലാം. മാത്രമല്ല ഇതൊന്നും വേറെ പല കമ്പനികൾക്കും ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. ഇത് RCM ബിസിനസ്സിന് മാത്രമുള്ള ഫെസിലിറ്റിയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ഓൾ ദീസ് തിങ്സ്. അടുത്തായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ. നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മുടെ RCM പ്രൊഡക്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ള അത്രയും അവാർഡുകളും റെക്കഗ്നൈസേഷൻ ഒന്നും മറ്റൊരു കമ്പനിക്കും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേരുണ്ട്, മോസ്റ്റ് പ്രോമിസിംഗ് ബ്രാൻഡ് എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്രാൻഡ് എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അവാർഡുകളെ പറ്റി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ
നിങ്ങളടുത്ത് പറയുന്ന പ്രൊഡക്റ്റുകൾ ചില്ലറ പ്രൊഡക്റ്റ് അല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം അവാർഡുകളെ ഹെൽപ്പ് നിങ്ങൾ സ്വീകരിക്കുക. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ ഹു ഗോട്ട് ദ റിസൾട്ട് ഫ്രം ദ പ്രൊഡക്റ്റ്. നമ്മുടെ RCM പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. സോ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് നമ്പർ വാങ്ങിച്ച് അവരുമായിട്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ കടമയാണ്. കാരണം മാക്സിമം ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ഇതെല്ലാം ഹെൽപ്ഫുൾ ആകും. അടുത്തായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, വെൻ കംസ് ടു പ്രൈസ് ഓൾവേസ് ഡു എ കമ്പാരിസൺ. പലപ്പോഴും ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ആളുകൾക്ക് ഇടയിൽ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ അയ്യോ ഇത് ഭയങ്കര പൈസയാണല്ലോ എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന സെയിം ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റും ആയിക്കോട്ടെ അതുമായിട്ട് നിങ്ങളൊരു കമ്പാരിസൺ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര വില കുറച്ചിട്ടാണ് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ പ്രോട്ടീനും വിറ്റാമിൻസും മിനറൽസും ഉള്ള ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ രാജൻ സാർക്ക് എപ്പോഴും പറയുന്ന പോലെ ലൈഫ് ലോങ് മെഡിക്കേഷൻ ആൻഡ് ലൈഫ് വിത്തൗട്ട് മെഡിസിൻ. ആ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ വരെ നിങ്ങൾ ചിലവാകും എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പറയുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 22/5/2021 എന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പ് അപ്പോളോ ഹോസ്പിറ്റൽ, തമിഴ്നാട്ടിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലെ ഒരാളുടെ മെഡിക്കൽ ഫീസാണ് നിങ്ങൾ നോക്കിയേ. അയാൾക്ക് കിട്ടി, അയാളുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 22,000 അല്ല, 22,90,000 രൂപയാണ് അയാൾക്ക് ചെലവായിട്ടുള്ളത് 2-3 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ. ഇതാണ് ഇന്ന് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് വേണ്ടി ചാർജ് ചെയ്യുന്ന ഫീസ്. ഒരു വ്യക്തി 15ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 80 വയസ്സ് വരെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും മാക്സിമം അയാളുടെ കയ്യിൽ നിന്ന് ചെലവാകാൻ പോകുന്നത് 2-3 ലക്ഷം രൂപയാണ്. അതിൽ കൂടുതൽ അദ്ദേഹം ചെലവാക്കുന്നില്ല. ബട്ട് ഇതൊന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നോക്കി ഏകദേശം 23 ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. സോ ഇത്തരത്തിലാണ് ആളുകളുടെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ഫീസും കാര്യങ്ങളും പോകുന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഈ ഒരു ബില്ല് നിങ്ങൾ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ. കാരണം നാളെ എനിക്ക് ഇത്തരത്തിലൊരു ഗതി ഉണ്ടായിക്കൂടാന്നില്ല. ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒരേ ഒരു പോംവഴിയുള്ളത് നമ്മൾ ഇന്ന് തൊട്ട് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമാണെന്നുള്ളത്. അടുത്തതായിട്ട് കമ്പൈൻഡ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് വിത്ത് RCM റെഗുലർ പ്രൊഡക്റ്റ്. നമ്മുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളുടെ കൂടെ നമ്മുടെ RCMന്റെ റെഗുലർ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ഇത് എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോട് ഏകദേശം 7 പേരോ മറ്റോ ഇന്നലെ മരണമടഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ മാക്സിമം പിടിപെടുന്നത് നമ്മുടെ ഡയബറ്റിക് കേസുകളുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സോ നമുക്ക് ഡയബറ്റീസിന് വേണ്ടി ന്യൂട്രിചാർജ് ഗ്ലൈസമും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ RCMന്റെ റൈസ് ബ്രാൻ ഓയിലും കൂടി നിങ്ങൾ കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഇമ്മ്യൂൺ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ ഗ്ലൈസം പ്രൊമോട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രിചാർജിന്റെ RCMന്റെ റൈസ് ബ്രാൻ ഓയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ഇതും കൂടി എടുത്ത് പറയണം. സോ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റുകൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ ആളുകളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ സയൻസ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ടു അതേഴ്സ്. എപ്പോഴും നിങ്ങൾ പറയേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള സയൻസ് പറയാം. നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന മുഴുവൻ നോളജ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആവരുത് നിങ്ങളുടെ ഒരു ചിന്താഗതി. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളികൾക്ക് നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സയൻസ് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അത് 10 പേരോടെങ്കിലും ഞാൻ പറയും. കാരണം ഞങ്ങൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% എനിക്ക് ഇങ്ങനെ പറയാൻ അറിയാം, ഞാനും നല്ല ഇതിനെപ്പറ്റി ക്വാളിറ്റി ഉള്ള ആളാണെന്ന് കാണിക്കാനായിരിക്കാം. ബട്ട് അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗുണം ആ സയൻസ് വിശ്വസിച്ച് ആ സയൻസിന്റെ ഗുണമേന്മ അറിയാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റുകൾ അവരും പർച്ചേസ് ചെയ്യാനും ഇത് ഓട്ടോമാറ്റിക്കലി 100 പേരെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആവാനും സഹായിക്കും. സോ ഇത്തരം എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സയൻസിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മുടെ കയ്യിൽ ബോഡി സ്കാനർ ഉണ്ട്. മാക്സിമം ബോഡി സ്കാനർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഓഫറിലേക്ക് പോവാം. സോ ആദ്യത്തെ ഓഫർ നമുക്ക് നോക്കാം. 6 മാസത്തെ RCMന്റെ ഓഫറാണത്. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് 2500 ബിസിനസ് വോളിയത്തിന്റെ മേലെ ഏത് പ്രൊഡക്റ്റും, അത് ന്യൂട്രിചാർജ് ആയിക്കോട്ടെ, RCMന്റെ ഗുഡ് ഡോട്ട് ആയിക്കോട്ടെ, കീസോൾ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ബട്ട് അതിന്റെ മിനിമം ബിസിനസ് വോളിയം 2500 ബിസിനസ് വോളിയം വേണം. അതിന്റെ മേലെ 2,50,000 ആണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഗുഡ്സ് കിട്ടിയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഓഫർ. ഈ ഫ്രീ ഗുഡ്സ് കിട്ടുന്നതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം മിനിമം BVക്കാണ് ഫ്രീ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ കാലയളവിനകത്ത് ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയം വരുന്ന മാസത്തെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഓഫർ ആയിരിക്കും, ഫ്രീ ഗുഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇവർക്ക് കിട്ടാവുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2600 ബിസിനസ് വോളിയത്തിന്റെ RCM പ്രൊഡക്റ്റ് ആണ് ഇവർക്ക് കിട്ടുക.
എങ്ങനെയാണ് 2600 ബിസിനസ് വോളിയത്തിന്റെ RCM പ്രൊഡക്റ്റ് വന്നത്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 6 മാസ കാലയളവിൽ അവർ നോക്കുന്ന സമയത്ത് ഓരോ മാസത്തെ പർച്ചേസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്ത് ഏത് മാസമാണ്? സെപ്റ്റംബർ മാസത്തിലാണ് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2600 ബിസിനസ് വോളിയം. സോ അവർക്ക് എലിജിബിലിറ്റി ഉള്ളത് ഏറ്റവും ഈ 6 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയം വരുന്ന 2600 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ ഒരു എമൗണ്ട് DPയുടെ ആ ഒരു ബിസിനസ് വോളിയത്തിൽ കണക്കായിട്ടുള്ള DPയുടെ പ്രൊഡക്റ്റ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. സോ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏപ്രിൽ മാസം തൊട്ടുള്ള ഒരു സ്ലാബാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിവൻ ക്യാൻ സ്റ്റാർട്ട് ദ 6 months പർച്ചേസ് ഇൻ മെയ് ഓർ ജൂൺ മന്ത്. നമുക്ക് മെയ് മാസം തൊട്ടുള്ള 6 മാസം, അതായത് മെയ് തൊട്ട് ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇതേപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രീ ഗുഡ്സ് കിട്ടും. ഏറ്റവും കുറഞ്ഞ മാസത്തിന് കണക്കായിട്ടുള്ള DP വോളിയത്തിന്റെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത മാസം ജൂൺ തൊട്ട് തുടങ്ങിയാൽ മതി. ജൂൺ തൊട്ട് നവംബർ മാസ കാലയളവിലുള്ള 6 മാസത്തിന് ഇടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ബിസിനസ് വോളിയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോളിയത്തിന് കണക്കായിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ആഡ് ഓൺ ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ മാസം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മിസ്സായി പോയി, കഴിഞ്ഞ മാസം 1000 ബിസിനസ് വോളിയം ചെയ്ത വ്യക്തി ഈ മാസം 2500ന്റെ കൂടെ ഒരു 1500 ബിസിനസ് വോളിയം കൂടി ചെയ്ത് 4000 ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെപ്റ്റംബർ മാസം തൊട്ട് ഏപ്രിൽ മാസം തൊട്ട് തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആഡ് ഓൺ ഓപ്ഷൻ ഈസ് നോട്ട് ദർ. നിങ്ങൾക്ക് ഒരു RCMന്റെ കഴിഞ്ഞ മാസം 2500 ബിസിനസ് വോളിയത്തിന് താഴെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം തൊട്ട് പുതിയ സ്ലാബ് എന്ന് വെച്ചാൽ 2500 ബിസിനസ് വോളിയത്തിന്റെ മേലെയുള്ള ഒരു സ്ലാബ് നിങ്ങൾ തുടങ്ങുക എന്നത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും സ്ലാബ് കൂട്ടണമെങ്കിൽ കഴിഞ്ഞ മാസം 2500 തുടങ്ങി ഈ മാസം 5000ലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി കഴിഞ്ഞ മാസം നിങ്ങൾ കൂട്ടില്ല. ഈ മെയ് മാസം തൊട്ടിട്ട് വരാൻ പോകുന്ന ഒക്ടോബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ 5000 ബിസിനസ് വോളിയം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. അല്ലാതെ കഴിഞ്ഞ മാസമായിട്ട് ഈ മാസം യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ന്യൂട്രിചാർജിന്റെ ഓഫറാണ്. ഇതാണ് പല ആൾക്കാർക്കും വലിയ കൺഫ്യൂഷൻ ഉള്ള സാധനം. ഇത് നിങ്ങൾ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ന്യൂട്രിചാർജിന്റെ ഒറ്റ ഗ്ലാൻസ് ഒറ്റ സ്ലാബാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒറ്റ പിക്ചറിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. 500 ബിസിനസ് വോളിയം ന്യൂട്രിചാർജ് പർച്ചേസ് ചെയ്ത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 6 മാസം കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് മിനിമം അത് 500 ബിസിനസ് വോളിയമോ അതിൽ കൂടുതലോ അപ് ടു 1000 ബിസിനസ് വോളിയത്തിനടുക്ക് 500ന്റെയും 1000ന്റെയും ഇടയ്ക്ക് ന്യൂട്രിചാർജ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും 6 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 500 DPയുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. 1000 ബിസിനസ് വോളിയത്തിൻ്റെ അല്ലെങ്കിൽ 2500 ബിസിനസ് വോളിയത്തിന്റെ അടുക്ക് എന്ന് വെച്ചാൽ 2499 രൂപ വരെ ഒരു വ്യക്തി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 6 മാസം കണ്ടിന്യൂ ചെയ്യുന്നതിന് 1000 DPയുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ്. അടുത്ത ഓഫർ 2500 ബിസിനസ് വോളിയത്തിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2500 ബിസിനസ് വോളിയത്തിന്റെ RCMന്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും അവർക്ക് RCMന്റെ ഭാഗത്ത് നിന്ന് ഓഫർ ഉണ്ട്. സോ ആ ഓഫർ അവർക്ക് കിട്ടും. കൂടാതെ ന്യൂട്രിചാർജിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ന്യൂട്രിചാർജിന്റെ 2500 ഓഫറും 6 മാസം കണ്ടിന്യൂ ചെയ്യുന്നതിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ 2500 സ്ലാബ് തൊട്ട് അങ്ങോട്ടേക്ക് ഡബിൾ ധമാൽ ഓഫറാണ്. 2500 ബിസിനസ് വോളിയമോ അല്ലെങ്കിൽ 5000 ബിസിനസ് വോളിയമോ നിങ്ങൾ 6 മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RCMന്റെ ഭാഗത്തു നിന്നും സെയിം എമൗണ്ട് കിട്ടും, ന്യൂട്രിചാർജിന്റെ ഭാഗത്തു നിന്നും സെയിം എമൗണ്ട് കിട്ടും. ഈ ഒരു സ്ലാബിനകത്ത് പല ആൾക്കാർക്കുള്ളൊരു കൺഫ്യൂഷൻ ഞാനിപ്പോൾ ദൂരീകരിക്കാം. കാരണം പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഡബിൾ ധമാൽ ഓഫർ എന്ന് പറഞ്ഞ് ന്യൂട്രിചാർജ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓഫർ ന്യൂട്രിചാർജ് കൊടുക്കുന്ന RCM പ്രൊഡക്റ്റ് ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് RCMന്റെ 2500 പ്രൊഡക്റ്റ് തരും, കൂടാതെ ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റ് 2500 കിട്ടും, പ്ലസ് നമ്മൾ ചെയ്തതിന് RCM വേറെ ഒരു 2500ന്റെ പ്രൊഡക്റ്റ് കൂടി കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ ഇത് അങ്ങനെയല്ല കേട്ടോ. ന്യൂട്രിചാർജുകാർക്ക് ഒരിക്കലും RCMന്റെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. ന്യൂട്രിചാർജ് എന്തുകൊണ്ടാണ് ഡബിൾ ധമാൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 2500 ബിസിനസ് വോളിയത്തിന്റെ മുകളിൽ ചെയ്യുമ്പോൾ RCMകാർ എന്തായാലും 2500 ബിസിനസ് വോളിയം DPയുടെ പ്രൊഡക്റ്റ് തരും. അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ന്യൂട്രിചാർജുകാർ ഡബിൾ ധമാൽ ഓഫർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ലാസ്റ്റ് കിട്ടുന്ന ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ആണ്. RCMും ന്യൂട്രിചാർജും കൂടി ചേർന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എമൗണ്ട്. ഓക്കെ, സോ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഈ 500 BVയിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തും എന്നാണ് അടുത്ത ചോദ്യം. 500 BV ന്യൂട്രിചാർജ് ഇത് എങ്ങനെ വിൽക്കാനാണ് എൻ്റെ ഈശ്വരാന്നാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ന്യൂട്രിചാർജ് വുമൺ ഒരു ബോക്സ് വാങ്ങിക്കുക, ന്യൂട്രിചാർജ് മെൻ ഒരു ബോക്സ് വാങ്ങിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 513 ബിസിനസ് വോളിയത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. ന്യൂട്രിചാർജ് മെന്നിന്റെ ഒരു ബോക്സ്, ന്യൂട്രിചാർജ് വുമന്റെ ഒരു ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും ന്യൂട്രിചാർജിന്റെ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബിസിനസ് വോളിയത്തിലേക്ക് വന്നു. ഇനി നിങ്ങൾ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂട്രിചാർജ് വുമൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം, ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇന്ത്യയിലെ അനീമിക് ആയിട്ടുള്ള
ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ എണ്ണമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 6 തൊട്ട് 59 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 55% മേലെ കുട്ടികൾക്കും ബ്ലഡ് കൗണ്ട് കുറവാണ്. നോൺ പ്രഗ്നന്റ് വുമൺ, പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകൾ 15 വയസ്സ് തൊട്ട് 49 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും ബ്ലഡ് കൗണ്ട് ഏകദേശം 50% മേലെ കുറവാണ്. പ്രഗ്നന്റ് വുമൺ പ്രഗ്നന്റ് ആയിട്ടുള്ള 15 തൊട്ട് 49 വയസ്സുള്ള സ്ത്രീകൾക്കും 50% മേലെ ബ്ലഡ് കൗണ്ട് കുറവാണ്. എല്ലാ സ്ത്രീകളും, മൊത്തത്തിലുള്ള സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ 15-49 ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ അതും 50% കൂടുതലാണ്. ആണുങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 49 വയസ്സ് വരെ 15-49 വയസ്സിന് ഇടയ്ക്കുള്ള ആണുങ്ങൾക്കും ഏകദേശം 25% ആണുങ്ങൾക്കും ബ്ലഡ് കൗണ്ട് കുറവാണ്. സോ ഇനി നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു ഫീച്ചറിലേക്ക് പോകും. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഈ ഒരു കണക്ക് പറയുന്നത് അനീമിക് സീംസ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദ എൻഹാൻസ്ഡ് റിസ്ക് ഓഫ് COVID-19 ഇൻഫെക്ഷൻ. ബോഡിയിൽ ബ്ലഡ് കൗണ്ട് കുറവുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, കാരണം പുരുഷന്മാർക്ക് എണ്ണം കുറവായതുകൊണ്ട് ഏകദേശം 55% മേലെ സ്ത്രീകൾക്കും ഇന്ത്യയിൽ ബ്ലഡ് കൗണ്ട് കുറവാണെന്നുള്ളതുകൊണ്ടും ഓരോ സ്ത്രീകളും കോവിഡ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു പ്രിക്കോഷനാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന സാധനം. 100% ആളുകൾ ഇത് യൂസ് ചെയ്തേ പറ്റൂ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂടുതൽ, റെഡ് ബ്ലഡ് സെൽസിന്റെ ഇൻക്രീസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ന് വേൾഡ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് 2020 കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് വുമൺ ആണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ തിങ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂട്രിചാർജ് വുമൺ വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തിയെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ന്യൂട്രിചാർജ് വുമൺ ഓക്കെ, ഇനി മെന്നിനെ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജെല്ല സറ്റൈവ ആൻഡ് സിങ്ക് സപ്ലിമെന്റ്സ് ടു ട്രീറ്റ് COVID-19. നിജെല്ല സറ്റൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ന്യൂട്രിചാർജ് S5-നകത്തുള്ള കരിഞ്ജീരകമാണ് സാധനം. അതിന്റെ സയന്റിഫിക് നെയിമാണ് നിജെല്ല സറ്റൈവ. ഈ നിജെല്ല സറ്റൈവയും സിങ്കും കൂടി ഒന്നിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോവിഡിനുള്ള ഏറ്റവും വലിയൊരു പ്രതിരോധമാണെന്ന് ടെസ്റ്റുകൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിനകത്തേക്കുള്ള കോവിഡിന്റെ ഇൻഫെക്ഷൻ കയറുന്നത് 100% ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകവും ന്യൂട്രിചാർജ് ബെന്നിനകത്തുള്ള സിങ്കും കൂടി ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇത് ചാൻസ് ഉണ്ടെന്നല്ല, ഇത് 100% പ്രൂവ്ഡ് ആണത്. സോ ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ന്യൂട്രിചാർജ് മെന്നും ന്യൂട്രിചാർജ് S5 കൂടി ഇതിന്റെ കൂടെ തന്നെ, ഇനി S5 വാങ്ങുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂട്രിചാർജ് മെന്നിന്റെ കൂടെ കുറച്ച് കരിഞ്ജീരകം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാറ്റഗറി 500 ബിസിനസ് വോളിയം കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ ഒരു വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായിട്ട് 1000 ബിസിനസ് വോളിയത്തിന്റെ കാറ്റഗറി. ഈ 1000 ബിസിനസ് വോളിയം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രിചാർജ് മെന്ന് നമുക്ക് തീർച്ചയായും വേണം, ന്യൂട്രിചാർജ് വുമൺ നമുക്ക് തീർച്ചയായും വേണം. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റിന്റെ ഒരു ഡോയ് പാക്ക് കൂടി നമുക്ക് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം 15 ശേഷേ മാത്രമേ ഉള്ളൂ, ഒരു മാസത്തെ കോഴ്സ് ഇതിനകത്ത് ഇല്ല. ബട്ട് എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസത്തെ കോഴ്സ് എങ്കിലും ഒരു ലേഡിയോ അല്ലെങ്കിൽ പുരുഷനോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് വോളിയം 1008 ബിസിനസ് വോളിയത്തിലേക്ക് നമ്മൾ വന്നു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, വേണമെങ്കിൽ ന്യൂട്രിചാർജിന്റെ വുമൺ ടാബ്ലറ്റ് ഒഴിവാക്കിയിട്ട് ഒരു മാസത്തെ ന്യൂട്രിചാർജിൻ മെന്നിന്റെ കൊക്കോ പ്രോഡക്റ്റിന്റെ ഒരു പാക്കറ്റും, അതേപോലെ തന്നെ ഒരു 2 പാക്കറ്റ് ഡോയ് പാക്കും, അതേപോലെ തന്നെ ഒരു ന്യൂട്രിചാർജ് മെന്നും നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 1000 ബിസിനസ് വോളിയത്തിലേക്ക് വന്നു. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇത് വളച്ചൊടിക്കാം. അപ്പൊ പ്രോട്ടീൻ ഇപ്പൊ എന്തിനാ ഈ കാലഘട്ടത്തിൽ? പ്രോട്ടീൻ എന്താ ആവശ്യം? For better immunity, get high on protein. നോക്കൂ, 2020 ഓഗസ്റ്റിൽ വന്ന ആർട്ടിക്കിളാണ്. പ്രോട്ടീൻ ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്. Protein rich diet is a must for those who want to better chance to fight deadly virus like COVID-19. COVID-19 പോലുള്ള വൈറസുകൾക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? പ്രോട്ടീൻ നിർബന്ധമാണെന്ന് ഓൾറെഡി സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജിയോമിക്സ് എന്താ പറയുന്നത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ദ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് COVID-19 സ്പ്രെഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ഇന്ത്യയിൽ എന്താണ്? നമ്മുടെ ആളുകളുടെ, ഇന്ത്യക്കാരുടെ ഇടയിലുള്ള പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ആണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഫാറ്റും കാർബോഹൈഡ്രേറ്റും മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം 100 പ്രാവശ്യം, നമ്മൾ 100 1000 പ്രാവശ്യം സുരേഷ് സാർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലുള്ള ഈ 4 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ റേഞ്ചുകളും ഗംഭീരമായിട്ടുള്ള സെയിൽ നടക്കും. സോ ഇതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? 1000 ബിസിനസ് വോളിയം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കുക. റൈറ്റ്?
അടുത്തതായിട്ടുള്ള ഓഫർ നമുക്കറിയാം, 500 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്. എല്ലാ 500 BVക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കാറിന്റെയോ അല്ലെങ്കിൽ 20 ബൈക്കിന്റെയോ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള ഒരു കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് 3 മാസമാണ് പറയുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഈ ലക്കി ഡ്രോ നടക്കുന്നത്. ഐ മീൻ 3 മാസത്തെ പർച്ചേസിന് ശേഷമാണ് ഈ ലക്കി ഡ്രോ നടക്കുന്നത്. ലക്കി വിന്നേഴ്സ് മേ ഗെറ്റ് 21 പ്രൈസസ്. 21 പ്രൈസ് അവർക്ക് കിട്ടാനുള്ള ചാൻസ്. 21 പ്രൈസിൽ ചിലപ്പം ഒന്നിൽ കൂടുതൽ ഓരോ 500 ബിസിനസ് വോളിയത്തിനും പർച്ചേസ് ലക്കി ഡ്രോ ഉള്ളത് കൊണ്ട് മേ ബി കൂടുതൽ പ്രൈസുകൾ ഒരാൾക്കാര് കിട്ടാൻ കൂടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ 21 പ്രൈസ് ഒരാൾക്കാരെ കിട്ടാം, നമുക്കത് പറയാൻ സാധിക്കില്ല. സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ആഫ്റ്റർ 6 months. ഇതേ 500 ബിസിനസ് വോളിയമോ അല്ലെങ്കിൽ 1000 ബിസിനസ് വോളിയമോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യും? 6 മാസത്തിന് ശേഷം സെയിം ബിസിനസ് വോളിയത്തിനുള്ള ബിസിനസ് വോളിയത്തിന് കണക്കായിട്ടുള്ള DPക്കുള്ള ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് കിട്ടാനും കൂടി ഇതിനുള്ള സ്കോപ്പ് ഉണ്ട്. സോ ഞാനൊരു സ്ലാബ് കാണിക്കാം. ഈ സ്ലാബ് ഏപ്രിൽ മാസത്തിൽ ഒരു വ്യക്തി 500 ബിസിനസ് വോളിയം ചെയ്തു, മെയ് മാസത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ജൂൺ മാസത്തിൽ 500 ചെയ്തു. ഇവർക്ക് എത്ര ലക്കി ഡ്രോ കിട്ടും? 2 ലക്കി ഡ്രോ കൂപ്പൺ അവർക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 500 BV ചെയ്യുന്ന ഓരോ 500 ബിസിനസ് വോളിയത്തിനും നമുക്ക് എന്തുണ്ട്? ഒരു ലക്കി ഡ്രോ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ അവർ 500 ബിസിനസ് വോളിയം ചെയ്തു, മെയിൽ ചെയ്തില്ല, ബട്ട് ജൂണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസത്തെ 500നും ജൂൺ മാസത്തെ 500നും ഓരോ ലക്കി ഡ്രോ വീതം, അതായത് 2 ലക്കി ഡ്രോ അവർക്ക് കിട്ടുന്നതായിരിക്കും. റൈറ്റ്. അടുത്തത് 15 ലക്കി ഡ്രോ കിട്ടും 100%. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 ബിസിനസ് വോളിയം ഒരു മാസം എന്ന് പറയുമ്പോൾ 500 500 500 500 500 അങ്ങനെ 5 ലക്കി ഡ്രോ ഒരു മാസം കിട്ടും. അങ്ങനെ 3 മാസം പോകുന്ന സമയത്ത് 15 ലക്കി ഡ്രോ ഉള്ള അർഹത അവർക്കുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ഓൺ ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ ഈ മാസം കൂടി ജോയിൻ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ഇതിലും വരുന്നില്ല. എന്തിനാണ് നമ്മൾ ഈ ലക്കി ഡ്രോ വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് എല്ലാ മാസവും കൃത്യമായിട്ടുള്ള പർച്ചേസ് 6 മാസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലക്കി ഡ്രോ വെക്കുന്നത്. സോ 500 ബിസിനസ് വോളിയം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഓഫർ ഉള്ളൂ എങ്കിൽ തീർച്ചയായും മിനിമം ഓരോ മാസവും 500 BV എങ്കിലും നിങ്ങൾ പർച്ചേസ് നിർബന്ധമാക്കി പറയണം. സോ ഏപ്രിലും മെയും കൂടി ചേർത്ത് 500 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്കി ഡ്രോ ഉണ്ടാവില്ല. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ജൂൺ മാസത്തിലും വേറെ 500 അല്ലെങ്കിൽ അതിന് മേലെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ലക്കി ഡ്രോ ഉള്ളൂ. ഓക്കെ, സോ ഇതും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി 2500 ബിസിനസ് വോളിയത്തിൻ്റെതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് 2500 ബിസിനസ് വോളിയം ചെയ്യുന്ന ആൾക്കാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 ലക്കി ഡ്രോ കൂപ്പൺ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ ഓഫർ. പിന്നെ അത് കൂടാതെ 6 മാസം കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് 2500 രൂപയുടെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റും 2500 രൂപയുടെ RC പ്രൊഡക്റ്റും കിട്ടും. സോ 2500ന്റെ ന്യൂട്രിചാർജ് പർച്ചേസിന് 5000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ഗുഡ്സ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഈ ഒരു സ്ലാബും നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ അധികം ടൈം എടുക്കുന്നില്ല. ഇനി എങ്ങനെ നമുക്ക് ഈ 2500 ബിസിനസ് വോളിയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വീട്ടിനകത്ത് ഒരു പുരുഷൻ ഉണ്ടാവും, ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും. അത് സാധാരണഗതിയിൽ ഒരു കോമൺ ഫാമിലി നമ്മൾ കാണുന്ന ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂട്രിചാർജ് മെന്ന് ഒരു ബോക്സ് പുരുഷനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ന്യൂട്രിചാർജ് വുമൺ തീർച്ചയായും അവിടുത്തെ സ്ത്രീനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ന്യൂട്രിചാർജ് പ്രോഡക്റ്റിന്റെ ഡോയ് പാക്ക് ഒന്നുകിൽ ഒരു മാസത്തെ ടോട്ടൽ പാക്കേജ് ഒരു പുരുഷനോ സ്ത്രീയോ കഴിക്കുക, അല്ലെങ്കിൽ 15 വെച്ചിട്ട് സ്ത്രീയും പുരുഷനും ഹാഫ് ആയിട്ട് ഓരോ ഡോയ് പാക്ക് വീതം വാങ്ങുക. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർ നിർബന്ധമായിട്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഈ ന്യൂട്രിചാർജ് S5 കഴിക്കണം. കാരണം ഈ ന്യൂട്രിചാർജ് S5 ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സാധനം. സോ ഈ ആണിനും ഒരു ബോക്സ്, പെണ്ണിനും ഒരു ബോക്സ്, തീർച്ചയായിട്ടും സ്ത്രീക്കും പുരുഷനും ഓരോ ബോക്സ് ന്യൂട്രിചാർജ് S5 വേണം. ന്യൂട്രിചാർജിന്റെ കിഡ്സ്, നമ്മൾ നേരത്തെ പ്രോട്ടീന്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു. കുട്ടികൾക്കും നമുക്ക് തീർച്ചയായും പ്രോട്ടീൻ ആവശ്യമാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വേണമെങ്കിൽ. ഇത് കൂടാതെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വരാൻ പോകുന്ന അടുത്ത സെറ്റ് ഓഫ് കൊറോണ, അടുത്ത മൂട്ടൻ കൊറോണ വരുന്നത് എഫക്ട് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കാണെന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി നമുക്ക് നേരത്തെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് മരുന്ന് കഴിക്കുന്ന പോലെ ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്പോട്ടിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടില്ല. ഇത് കഴിച്ച് നമ്മുടെ ശരീരവുമായിട്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് അതൊരു താതാത്മ്യം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിന്റെ ആക്ഷൻ കിട്ടി തുടങ്ങുക. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം കൊറോണ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൊട്ട് ഈ ഒരു സെക്കൻഡ് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂട്രിചാർജ് കിഡ്സ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ന്യൂട്രിചാർജ് കിഡ്സ് കൂടി ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ അത് കൂടാതെ ഇതിന് എല്ലാത്തിന്റെയും 100% ആക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ന്യൂട്രിചാർജിന്റെ വെജ് ഒമേഗ വളരെ സിമ്പിൾ ആയിട്ട് 180 രൂപയെ വരുന്നുള്ളൂ. 135 രൂപ ബിസിനസ് വോളിയം നമുക്ക് കിട്ടും. ഇത് ഇത്രയും സാധനങ്ങൾ ഒരു ഫാമിലിയെ കൊണ്ട് നിങ്ങൾ ഉപയോഗിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും കിട്ടും. കൂടാതെ 2500 ബിസിനസ് വോളിയത്തിന്റെ സ്ലാബിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കടക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ തിങ്. ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് നേരത്തെ
വെജ് ഒമേഗ ആഡ് ചെയ്തപ്പോൾ പക്ഷേ അതൊരു എക്സ്ട്രാ വെറുതെ തിന്നുന്ന സാധനമാണല്ലോ എന്ന് കുറച്ച് പേരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു? പേടിക്കേണ്ട, അതിനും സ്റ്റഡീസ് ഉണ്ട്. ഈ ജേണൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ ജേണൽ പറയുന്നത് ദ എഫക്ട് ഓഫ് omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റേഷൻ ഓൺ ക്ലിനിക്കൽ ആൻഡ് ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് വിത്ത് COVID-19. അതിനെ പറ്റി നമ്മുടെ COVID-19 ഓൾറെഡി ബാധിച്ച ആളുകൾക്ക് ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ വെജ് ഒമേഗ പോലുള്ള omega-3 വെച്ച് നടത്തിയ സമയത്ത് അതിന്റെ കൺക്ലൂഷൻ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ omega-3 സപ്ലിമെന്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പാരാമീറ്ററുകളിലും omega-3 കഴിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ omega-3 നിർബന്ധമായിട്ടും നമുക്ക് ഈവൻ നമ്മൾ ഇതൊക്കെ സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കോവിഡിന്റെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ വന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായും കഴിക്കേണ്ട ഒരു സാധനമാണ് omega-3. നമ്മുടെ കയ്യിലുള്ള വെജ് ഒമേഗ എന്ന് പറയുന്ന സാധനം. നമ്മുടെ കയ്യിലുള്ള ഒമേഗയുടെ സ്പെഷ്യാലിറ്റി നമ്മുടെ വെജിറ്റേറിയൻ ഒമേഗ ആയതുകൊണ്ട് അബ്സോർപ്ഷൻ 100% നമ്മളൊരു കോഡ് ലിവർ ഓയിൽ കഴിക്കുന്ന സമയത്ത് 50% മാത്രം അബ്സോർപ്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ വെജിറ്റേറിയൻ ഒമേഗ 100% നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ നിങ്ങളുടെ ഒമേഗ, നമ്മുടെ വെജ് ഒമേഗയുടെ സെയിൽ കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് 5000 ബിസിനസ് വോളിയത്തിന്റെ സ്ലാബാണ്. ഇറ്റ് ഈസ് വെരി ഈസി. നമുക്കറിയാം 3 മാസം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് 10 ലക്കി കൂപ്പൺ 1 മാസം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ലക്കി ഡ്രോ അവർക്ക് അവരുടെ പേര് നടക്കും. 5000 ബിസിനസ് വോളിയം ഓരോ മാസം ന്യൂട്രിചാർജ് ചെയ്യുന്നവർക്ക് ആഫ്റ്റർ 6 മന്ത്സ് 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂട്രിചാർജിന്റെ 5000 DPയുടെ പ്രൊഡക്റ്റും RCMന്റെ 5000 DPയുടെ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ മറ്റൊരു ഓഫർ ഉള്ളത് 3 മാസം ഏപ്രിൽ മെയ് മാസം 3 മാസം നിങ്ങൾ 5000 ബിസിനസ് വോളിയം കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ല അടിപൊളി ഒരു വാൾ ക്ലോക്ക് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ന്യൂട്രിചാർജിന്റെ ഭാഗത്തുനിന്ന്. അതുകൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ ഓൺലൈൻ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. മേ ബി ആ ട്രെയിനിങ് സെഷൻ നമ്മളൊരു മലയാളി ഒരു ട്രെയിനറെ വെച്ചിട്ടായിരിക്കാം. ഇൻ കേസ് മലയാളി ട്രെയിനർ ആ സമയത്ത് എത്തിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഇംഗ്ലീഷ് ട്രെയിനറെ കൊണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രോഗ്രാം കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും ഓഫറുകളാണ് 5000 ബിസിനസ് വോളിയം നിങ്ങൾ 6 മാസം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എങ്ങനെയാണ് 5000 ബിസിനസ് വോളിയത്തിലേക്ക് എത്തിക്കുക? 5000 ബിസിനസ് വോളിയത്തിലേക്ക് എത്തിക്കാനും വളരെ വളരെ സിമ്പിൾ ആണ്. ഒരു വീട്ടിലുള്ള 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 5000 ബിസിനസ് വോളിയമായി. ഒരു വീട്ടിൽ നിങ്ങളുടെ വീട്ടിലുള്ള 4 മെമ്പർമാർക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പുരുഷന്മാർ ന്യൂട്രിചാർജ് മെൻ യൂസ് ചെയ്യണം, 2 സ്ത്രീകൾ ന്യൂട്രിചാർജ് വുമൺ യൂസ് ചെയ്യണം. ഓരോ ആളുകളും ന്യൂട്രിചാർജിന് ഡോയ് പാക്ക് ഓരോ പാക്കറ്റ് ചെയ്ത് 30 ദിവസത്തെ കോഴ്സ് 2 പേര് ചെയ്യണം. ഇത് കൂടാതെ ന്യൂട്രിചാർജ് SY ഈ പറഞ്ഞ 4 പേർക്ക് 2 പുരുഷനും 2 സ്ത്രീകളും ന്യൂട്രിചാർജ് SY നിർബന്ധമായിട്ടും കഴിക്കണം. പിന്നെ വീട്ടിലുള്ള 4 കുട്ടികളുണ്ടെന്ന് വെച്ചാൽ 4 പേർക്കും 4 കിഡ്സ് വാങ്ങാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോക്സ് കിഡ്സ് വാങ്ങിച്ചാൽ മതി, ഒരു ബോട്ടിൽ കിഡ്സ് വാങ്ങുക. ഈ 4 പേര് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? വെജ് ഒമേഗ കൂടി അതിന്റെ കൂടെ നിർബന്ധമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വോളിയം ഓട്ടോമാറ്റിക്കലി റൗണ്ട് ഫിഗർ 5000ലേക്ക് വരും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. റൗണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 5000 BV കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ മാസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 4 വീട്ടിലെടുക്കുന്ന 4 അഡൾട്ട്സും ഒരു കുട്ടിയും ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 5000 ബിസിനസ് വോളിയത്തിന്റെ ഒരു നിര തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഇത് ഞാൻ സിമ്പിൾ എന്ന് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ വരയ്ക്കും ഇത് അത്ര സിമ്പിൾ ഒന്നും അല്ല. ഇതിപ്പോ 4 ബോക്സ് ന്യൂട്രിചാർജ് SY ഒക്കെ എങ്ങനെ വാങ്ങിപ്പിക്കുക എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അതിന് വേറെ പ്രൊഡക്റ്റുകളുണ്ട്. ഇൻ കേസ് ആ വീട്ടിലുള്ള സ്പെഷ്യൽ കാറ്റഗറി പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരാൾക്ക് നിങ്ങളൊരു SNF കൊടുക്കൂ, വീട്ടിൽ തടിച്ച ഒരാളുണ്ടെങ്കിൽ അവർക്ക് SNF കൊടുക്കൂ, നിങ്ങൾക്ക് 1600 രൂപ ബിസിനസ് വോളിയം അവിടെ കയറി. അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂട്രിചാർജിന്റെ ഗ്ലൈസം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ, ഡയബറ്റീസ് ഉള്ള ഒരു വീട്ടിൽ ഗ്ലൈസം പ്രൊമോട്ട് ചെയ്യൂ, ഏകദേശം 1300 BV നിങ്ങൾക്ക് അവിടെ ഇൻക്രീസ് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിനർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ, 810 BV നിങ്ങൾക്ക് ഇൻക്രീസ് ആയി. ഇനി ഇൻ കേസ് ഇതൊന്നും നിങ്ങൾ സ്പെഷ്യൽ കാറ്റഗറി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് ഷഫിൾ ചെയ്യൂ. നിങ്ങൾ ന്യൂട്രിചാർജിന്റെ നമ്മുടെ സാധാരണ കൊക്കോ പ്രോഡക്റ്റോ സ്ട്രോബെറി പ്രോഡക്റ്റിനോ പകരം നിങ്ങൾ ഇത് കഴിക്കാൻ പറ്റും. ന്യൂട്രിചാർജിന്റെ പിസ്ത പ്രോഡക്റ്റ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ല നമുക്ക് കഴിക്കാൻ വേണ്ടി. നമ്മളൊരു പ്രോട്ടീൻ പൗഡറാണ് കഴിക്കുന്നത്, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മറ്റൊരു പ്രൊഡക്റ്റ് മാറ്റിയിട്ട് അതിന് പകരം ഇത് വെച്ചാൽ മതി, നിങ്ങളുടെ ബിസിനസ് വോളിയം വരും. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രിചാർജ് വ്യൂ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പ്യൂട്ടറും മൊബൈലും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രിചാർജ് വ്യൂ പ്രൊമോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ബയോയേജ് പ്രൊമോട്ട് ചെയ്യൂ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 10-50 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എനർജി നമ്മുടെ റിഫ്രഷണർ ന്യൂട്രിചാർജ് റിഫ്രഷണർ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 5000 ബിസിനസ് വോളിയം പുട്ടുപോലെ നിങ്ങൾക്ക് കിട്ടും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ സർ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഇത്രയും നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് കിട്ടില്ല. 5000 BV നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഏപ്രിൽ ടു സെപ്റ്റംബർ 6 മാസത്തെ ന്യൂട്രിചാർജിന്റെ ഓഫറുകളെ പറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏപ്രിൽ മാസത്തിൽ ഒരു വ്യക്തി ഈ 6 മാസവും RCM പ്രൊഡക്റ്റ് ഒന്നും വാങ്ങുന്നില്ല, ബട്ട് ഏപ്രിൽ 1000 ബിസിനസ് വോളിയത്തിന് ന്യൂട്രിചാർജ് വാങ്ങിച്ചു,
മെയിൽ 4000 ന്യൂട്രി ചാർജ് വാങ്ങിച്ചു, ജൂണിൽ 2500, ജൂലൈയിൽ 2500, ഓഗസ്റ്റിൽ 2500, സെപ്റ്റംബർ 2500. എത്ര രൂപയുടെ? 1000 DP പ്രൊഡക്റ്റാണ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. കാരണം എന്തുകൊണ്ടാണ്? അവർ 6 മാസത്തിലെ അവരുടെ ഏത് സ്ലാബിലാണ് അവർ പോയിരിക്കുന്നത്? ഏറ്റവും കുറഞ്ഞ സ്ലാബ് അവർ ചെയ്തിരിക്കുന്നത് 1000 BV പ്രൊഡക്റ്റാണ് ഏപ്രിൽ മാസത്തിൽ അവർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഇത്രയും 15000 രൂപയുടെ പ്രൊഡക്റ്റ് ടോട്ടൽ വാങ്ങിച്ചിട്ട് അവർക്ക് കിട്ടുന്നത് 1000 DP പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. സോ അടുത്ത സ്ലാബ് നമുക്ക് നോക്കാം. ഈ മേലെ ഈ ചെയ്തിട്ടുള്ള അതേ വ്യക്തി തന്നെയാണ് രണ്ടാമത്തെ ഇതും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 4000 ബിസിനസ് വോളിയം മെയിൽ ചെയ്തിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? ജൂൺ തൊട്ടിട്ടുള്ള 6 മാസം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ വരുന്ന 6 മാസം ആ വ്യക്തി 2500 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എത്ര കിട്ടുന്നതാണ്. ഇത് മെയ് തൊട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ള, എല്ലാവരും ശ്രദ്ധിക്കുക. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആണ്. ഇതേ വ്യക്തിയാണ് മേലെ ചെയ്ത അതേ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തി ജൂൺ മാസം തൊട്ടിട്ട്, എന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ട് 2500 ബിസിനസ് വോളിയം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2500 ബിസിനസ് വോളിയത്തിന്റെ മേലെ 6 മാസം കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികൾക്ക് RCMന്റെ ഭാഗത്തു നിന്ന് 2500 കിട്ടും, ന്യൂട്രി ചാർജിന്റെ ഭാഗത്തു നിന്ന് 2500 കിട്ടും. സോ പുള്ളിയുടെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 5000 BV പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കാരണം 5000 ന്യൂട്രി ചാർജ് വാങ്ങിച്ചാൽ അതും RCM പ്രൊഡക്റ്റ് ആണ്. ഈ RCM പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രി ചാർജ് ഇൻക്ലൂഡിംഗ് ആയതുകൊണ്ട് 2500 ന്യൂട്രി ചാർജിന്റെ പ്രൊഡക്റ്റും കിട്ടും, 2500 RCM പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ടോട്ടൽ അവർക്ക് എന്ത് കിട്ടും? 5000 ബിസിനസ് വോളിയത്തെ 5000 DP പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ രണ്ട് സ്ലാബിൽ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ മാസം ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തി മേലെ പർച്ചേസ് ചെയ്ത ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഒരു വ്യക്തി പർച്ചേസ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എത്രയാ? 15000 ബിസിനസ് വോളിയത്തിന്റെ ന്യൂട്രി ചാർജ് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 1000, മെയിൽ 4000, 2500, 2500, 2500 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 6 മാസം 15000 രൂപയുടെ പർച്ചേസ് അദ്ദേഹം ചെയ്തപ്പം ഫസ്റ്റത്തെ സ്ലാബിൽ പുള്ളി കിട്ടിയത് 1000 രൂപയുടെ ഫ്രീ ഗുഡ്സ് ആണ്. എന്നാൽ രണ്ടാമത്തെ സ്ലാബിൽ ഇതേ വ്യക്തി ജൂൺ തൊട്ട് നവംബർ വരെയുള്ള 6 മാസവും അതേ 15000 രൂപയുടെ പർച്ചേസാണ് ചെയ്തത്. ബട്ട് അയാൾക്ക് എത്ര രൂപ കിട്ടി? 5000 രൂപയുടെ ഫ്രീ ഗുഡ്സ് കിട്ടി. ഇവിടെയാണ് നമ്മളെ കളി. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പല ആൾക്കാരും ചെറിയ സ്ലാബിന്റെ വ്യത്യാസത്തിൽ ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് പലർക്കും വലിയ എമൗണ്ട് നഷ്ടമാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 മാസത്തെ പർച്ചേസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഒരേ സ്ലാബിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും രൂപയുടെ ബെനിഫിറ്റ് കിട്ടും. ഈ പറഞ്ഞ വ്യക്തി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏപ്രിൽ ടു സെപ്റ്റംബർ ടോട്ടൽ എമൗണ്ട് 15000 രൂപയുടെ ന്യൂട്രി ചാർജ് വാങ്ങിച്ചപ്പോൾ 1000 രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് മാത്രം കിട്ടി. ഇതേ വ്യക്തി ജൂൺ തൊട്ട് നവംബർ വരെ സെയിം 15000 രൂപയുടെ ന്യൂട്രി ചാർജ് വാങ്ങിച്ച സമയത്ത് 5000 രൂപയുടെ ഫ്രീ ഗുഡ്സ് കിട്ടി. സോ നിങ്ങൾ എല്ലാവരും ഓരോ ഓഫറിലേക്ക് നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ മാത്രമേ മാക്സിമം എമൗണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. റൈറ്റ്? സോ നമുക്ക് അടുത്ത സ്ലാബിലേക്ക് പോവാം. മെയ് മാസത്തിൽ RCM ഗുഡ്സ് 2800ന്റെ 2500 ന്യൂട്രി ചാർജ്, ജൂൺ മാസത്തിൽ 2750ന്റെ RCM, 2500 ന്യൂട്രി ചാർജ്. അവർക്ക് 5190 രൂപയുടെ RCM പ്രൊഡക്റ്റും 2500 രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റും കിട്ടും. ടോട്ടൽ ന്യൂട്രി ചാർജും RCM ചേർന്നിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് തരും, RCM തരും. ഇതും കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടുള്ള എമൗണ്ട്. കാരണം RCMന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യൂട്രി ചാർജും RCM പ്രൊഡക്റ്റും എല്ലാം RCMന്റെ ആണ്. ഈ ടോട്ടൽ എമൗണ്ട് ആണ് RCMന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രി ചാർജും RCM പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ന്യൂട്രി ചാർജ് ഇല്ലാത്ത ഈ എമൗണ്ടും ന്യൂട്രി ചാർജ് അടങ്ങുന്ന ഈ എമൗണ്ടും രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് RCM തരിക. ഇത് കൂടാതെ ന്യൂട്രി ചാർജിന്റെ സ്ലാബ് പ്രകാരമുള്ള ഒരു 2500 രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റും കൂടി നിങ്ങൾക്ക് ലഭിക്കും. സോ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 7690 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. നിങ്ങൾ ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ടോട്ടൽ ഇതിന്റെ സംഭവം എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഓരോ മാസത്തെയും ടോട്ടൽ പർച്ചേസ് എമൗണ്ടിലെ ഏറ്റവും കുറഞ്ഞ മാസം, ഇപ്പൊ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കുറഞ്ഞതെന്നാണ് പറഞ്ഞത്, എന്റെ തെറ്റിപ്പോയതാണത്. സോ ഈ ഒരു എമൗണ്ടിലുള്ള പ്രൈസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ എന്ത് ചെയ്യും? 2600 രൂപ ന്യൂട്രി ചാർജ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹം ഏത് സ്ലാബിലാണ് വരിക? ചെയ്തതിന്റെ തൊട്ട താഴെയുള്ള സ്ലാബ് 2500 സ്ലാബാണ്. പ്ലസ് ന്യൂട്രി ചാർജിന്റെ 2500ന്റെ പ്രൊഡക്റ്റ് കൂടി അവർക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ. ഓക്കെ, സോ ഈ സ്ലാബും കൂടി നിങ്ങൾ ക്ലിയർ ആയി. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കാം, മെയ് ടു ഒക്ടോബർ വരെയുള്ള ഈ ഒരു സ്ലാബിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. 5000 ബിസിനസ് ഇയാൾ 10000 ബിസിനസ് പോലെ, നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ പറയാം, 10,000 ബിസിനസ് പോലെ എല്ലാ മാസവും അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 5000, 5400, 4600, 5400, 4600, 5400, 4600, 6200, 4800, 10000 ബിസിനസ് വോളിയത്തിന്റെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപയുടെ ടോട്ടൽ കിട്ടും? 10000 രൂപയുടെ RCM പ്രൊഡക്റ്റ് പ്ലസ് 2500 രൂപയുടെ ന്യൂട്രി ചാർജിന്റെ സ്ലാബും ടോട്ടൽ 12500 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. 10,000 ബിസിനസ് വോളിയമാണ് എല്ലാ മാസവും ഈ വ്യക്തി കണ്ടിന്യൂ ചെയ്യുന്നത്. എല്ലാ മാസവും 10000 രൂപയുടെ RCM പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. 10000 രൂപയുടെ RCM പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവർക്ക് 10000 രൂപയുടെ തന്നെ RCMന്റെ DP പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ്
ന്യൂട്രി ചാർജ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഏത് സ്ലാബിലാണ് വരിക? ഒരു മാസം മാത്രമേ അയാൾ 5000 ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസവും 5000 താഴെ ബിസിനസ് വോളിയമാണ് അയാൾ കണ്ടിന്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താവും, 5000 സ്ലാബിലേക്ക് അയാൾ വരില്ല. അയാൾ നേരെ താഴെയുള്ള 2500 സ്ലാബിലേക്ക് അയാൾ പോയി. ടോട്ടൽ 10000 രൂപയുടെ RCM പ്രൊഡക്റ്റും 2500 ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റും കിട്ടും. ടോട്ടൽ 12500 രൂപയുടെ പ്രൊഡക്റ്റാണ് അവർക്ക് കിട്ടുക. ദിസ് ഈസ് വെരി സിമ്പിൾ. അടുത്ത സ്ലാബ് നിങ്ങൾ നോക്കൂ. ഒരു വ്യക്തി മെയ് മാസത്തിൽ 3000 രൂപയുടെ പർച്ചേസ് RCMൻ്റെതും 2000 ന്യൂട്രി ചാർജ്, എന്ന് വെച്ചാൽ 5000 രൂപയുടെ പർച്ചേസ് ഒരു വ്യക്തി കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എത്ര കിട്ടും? 5000 രൂപയുടെ ടോട്ടൽ RCM പ്രൊഡക്റ്റ് കിട്ടും. കാരണം എല്ലാ മാസവും അയാൾ എന്താ ചെയ്യുന്നത്? 5000 രൂപയുടെ പർച്ചേസ് ആയിരുന്നു. ന്യൂട്രി ചാർജും RCM കൂടി ചേർത്ത് 5000 രൂപയുടെ പർച്ചേസ് അയാൾ ചെയ്യുന്നുണ്ട്. പ്ലസ് ന്യൂട്രി ചാർജിന്റെ ഏത് സ്ലാബിൽ അയാൾ വന്ന് വീഴുക? അയാൾ 2500 എല്ലാ മാസവും അയാൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അയാൾ 1000 സ്ലാബിലാണ് വരിക. സോ ടോട്ടൽ 6000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും. 1000 രൂപയുടെ RCM പ്രൊഡക്റ്റ് വാങ്ങുന്നു, 2500 രൂപയുടെ ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് വാങ്ങുന്നു. എല്ലാ മാസവും 3500 പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും? നമുക്ക് അയാൾക്ക് 3500 രൂപയുടെ RCM പ്രൊഡക്റ്റും 2500 രൂപയുടെ ന്യൂട്രി ചാർജിന്റെ സ്ലാബിലും അയാൾ വരും. സോ ടോട്ടൽ 6000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്കും കിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേലത്തെ സ്ലാബിലുള്ള വ്യക്തി നിങ്ങൾ നോക്കുക, എല്ലാ മാസവും 5000 രൂപയുടെ പർച്ചേസ് അയാൾ നടത്തിയിട്ടുണ്ട്. 5000 പർച്ചേസ് അയാൾ നടത്തി എല്ലാ മാസവും. അയാൾക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റാണ് കിട്ടിയത്? 6000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടി. താഴത്തെ വ്യക്തി നിങ്ങൾ നോക്കിയാൽ വെറും 3500 രൂപയുടെ പർച്ചേസ് ഓരോ മാസവും ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അയാൾക്ക് എത്ര രൂപയുടെ ഫ്രീ ഗുഡ്സ് കിട്ടി? 6000 രൂപയുടെ ഫ്രീ ഗുഡ്സ് കിട്ടി. സോ നിങ്ങൾ കൃത്യമായ തോതിൽ ഈ സംഭവം ചെയ്ത് കൃത്യമായ അളവിൽ ബാലൻസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്തതിനേക്കാളും മേലെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതും വളരെ കൂടുതലുള്ള എമൗണ്ട്. നേരത്തെ നോക്കൂ, കാരണം 2500 ന്യൂട്രി ചാർജ് സ്ലാബിലേക്ക് വന്നപ്പോൾ അവർക്ക് 2500 രൂപയുടെ ന്യൂട്രി ചാർജ് കിട്ടി. ഈ 1000 സ്ലാബ് RCM പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പം ഈ പറഞ്ഞ ടോട്ടൽ എമൗണ്ടിന്റെ 3500, 2500 പ്ലസ് 1000, 3500 RCMന്റെ പ്രൈസും കിട്ടി. സോ ടോട്ടൽ 6000 രൂപയുടെ പ്രൈസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മേലെ 5000 രൂപയുടെ പർച്ചേസ് ചെയ്ത വ്യക്തി എന്താക്കി? ന്യൂട്രി ചാർജിന്റെ സ്ലാബ് പുള്ളി 1000 പോയത് കൊണ്ടാണ് പുള്ളിക്ക് എന്തായത്? വെറും 6000 രൂപയുടെ പ്രൊഡക്റ്റ് മാത്രമായിട്ട് മാറിയത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അധികം കൺഫ്യൂഷനുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. RCM ന്യൂട്രി ചാർജും കൂടി ചേർന്ന് ചെയ്യുന്ന എത്ര 2500 മേലെയുള്ള എത്രയാണെങ്കിലും അവർക്ക് ഫ്രീ ഗുഡ്സ് RCM കൊടുക്കും. പ്ലസ് ന്യൂട്രി ചാർജിന്റെ സ്ലാബ് ഏത് സ്ലാബിലാണോ ആ വ്യക്തി വരുന്നത് അതിന് കണക്കായിട്ടുള്ള ന്യൂട്രി ചാർജിന്റെ പ്രൊഡക്റ്റും ന്യൂട്രി ചാർജിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കാനൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് നമ്മുടെ RCMന്റെ പ്രീമിയം ക്ലബ് മെമ്പേഴ്സിനുള്ള ഓഫറാണ്. ഈ ഓഫർ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എലിജിബിലിറ്റി എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ 10000 ബിസിനസ് വോളിയം 6 മാസം കണ്ടിന്യൂസ് സെൽഫ് ഐഡിയിൽ 6 മാസം ബിൽ ചെയ്യുന്ന ന്യൂട്രി ചാർജ് ബിൽ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫറിന് എലിജിബിലിറ്റി ഉള്ളത്. ഇത് അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 50% 50% എങ്കിലും അവരുടെ സ്ലാബ് ന്യൂട്രി ചാർജിന്റെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. വിൽ ഗെറ്റ് മിനിമം BV RCM പ്രൊഡക്റ്റ് ആഫ്റ്റർ 6 months കംപ്ലീഷൻ. നമ്മൾ 6 മാസം നേരത്തെ ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 50% നിങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ സ്ലാബിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 10000 ബിസിനസ് വോളിയം എല്ലാ മാസവും വരണമെന്നില്ല. 5000 ബിസിനസ് വോളിയം എങ്കിലും നിങ്ങൾ എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. 6ാമത്തെ മാസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണിച്ചിരിക്കുന്ന 60000 ബിസിനസ് വോളിയം നിങ്ങൾ എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ, 6 മാസം കഴിയുന്ന സമയത്ത് അവർക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി കൊടുക്കുന്നത് ഡബിൾ ദമാൽ ഓഫർ അല്ല, പ്രൊഡക്റ്റ് ഫ്രീ ഗുഡ്സ് അല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് കിട്ടുന്നത് കമ്പനി ഒരു ടൂർ പാക്കേജാണ് കൊടുക്കുന്നത്. ജിം കോർബറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മൂന്നാർ, സിൽവാസ, നമ്മുടെ ഇവിടെയുള്ള മഹാരാഷ്ട്രയിലെ സിൽവാസ, ഗോവ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളാണ് 10000 ബിസിനസ് വോളിയം 6 മാസം മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ടൂർ ക്യാൻസൽ ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ലെനോവോയുടെ M7 ടാബ് ആയിരിക്കും ഇവർ കൊടുക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു പാൻഡമിക് സീസൺ ആണ്. എല്ലാവരും ചിലപ്പം 6 മാസത്തിന് ശേഷം നമുക്കൊരു ടൂർ പോകാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കമ്പനി ഈ ഓഫറിന് പകരം, ഈ ടൂർ പാക്കേജിന് പകരം കമ്പനി ഒരു ലെനോവോയുടെ ലാപ്ടോപ്പ് M7 എന്ന് പറഞ്ഞ ടാബ്, ലാപ്ടോപ്പ് അല്ല ടാബാണ് ഫ്രീ ഗുഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ഓഫർ 25000 ബിസിനസ് വോളിയത്തിന്റെ ഓഫറാണ്, 25,000 ഓഫറാണ്. ഇത് നേരത്തെ പറഞ്ഞ അതേ ക്രൈറ്റീരിയ തന്നെയാണ്. എലിജിബിലിറ്റി മെയിൻറ്റെയിൻ 50%. ഏകദേശം 25000 ആകുമ്പോൾ 12500 ബിസിനസ് വോളിയത്തിന്റെ ന്യൂട്രി ചാർജ് എല്ലാ മാസവും നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം?
1.5 ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് പറയുന്നത്. ഇതിനും നേരത്തെ പറഞ്ഞ സെയിം ഓഫർ തന്നെയാണ്. ബട്ട് നേരത്തെ പറഞ്ഞ ഓഫറിൽ നിങ്ങൾ 60,000 സ്ലാബിലേക്ക് 60,000 റുപ്പീസ് നിങ്ങൾ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കമ്പനി ഒരാൾക്കാണ് ടൂർ പാക്കേജ് കൊടുക്കുന്നത്. ഈ 1.5 ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി 2 പേർക്കുള്ള ഒരു കപ്പിൾ എൻട്രി കൊടുക്കുന്നുണ്ട് ടൂർ പാക്കേജ്. അത് കൂടാതെ ഒരു ട്രോളി ബാഗും കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് 25,000 ബിസിനസ് വോളിയം നിങ്ങൾ 6 മാസം കംപ്ലീറ്റ് ചെയ്ത് 1.5 ലക്ഷം ബിസിനസ് വോളിയത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ. അടുത്തതായിട്ട് 50,000 ഓഫർ, 50,000 ബിസിനസ് വോളിയം സെൽഫ് ഐഡിയിൽ ചെയ്യുന്ന 6 മാസം ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഓഫറാണ്. ഇതിന്റെ എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ 50% ബിസിനസ് വോളിയം ഓരോ മാസം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസിംഗുകളും എല്ലാ മാസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇവർക്ക് കമ്പനി കൊടുക്കുന്നത് സെയിം ടൂർ പാക്കേജ് തന്നെയാണ്. ബട്ട് അതിന്റെ കൂടെ തന്നെ അവർക്ക് കമ്പനിയുടെ വക ഒരു കപ്പിൾ എൻട്രിയുടെ കൂടെ ഒരു ലെനോവോ M7 ടാബ് കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് കമ്പനി ഇത് ക്യാൻസൽ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് ലെനോവോയുടെ Q333 എന്ന 333 എന്ന ലാപ്ടോപ്പ് ആണ് കമ്പനി കൊടുക്കുന്നത്. മുമ്പുള്ള 2 ഓപ്ഷനിലും ടാബാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൊടുക്കുന്നത് ഒരു ലാപ്ടോപ്പ് ആണ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രീമിയം ക്ലബ് ഓഫേഴ്സ് വരുന്നത്. ഇനി ഇതിന്റെ സ്ലാബുകൾ നമുക്ക് നോക്കാം. വളരെയധികം സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ് 50,000 ബിസിനസ് വോളിയത്തിന്റെ മേലെ പ്രീമിയം ക്ലബ്ബുകാർക്കുള്ളത്. ഈ ഒരു സ്ലാബ് നമുക്ക് ചെയ്യാവുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏപ്രിൽ തൊട്ട് ന്യൂട്രി ചാർജിന്റെ 10,000 ബിസിനസ് വോളിയത്തിന്റെ സ്ലാബിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് ഏപ്രിൽ മാസം ഒരു 5,000 ബിസിനസ് വോളിയം ചെയ്തു, മെയ് മാസം 5,000 ചെയ്തു, ജൂൺ മാസത്തിൽ ഇതിൽ നിങ്ങൾ ആരുടെ ആൻസർ കൊടുക്കണ്ട, ഇതിന്റെ ആൻസർ ഞാൻ തന്നെ തരാം. നമ്മുടെ ഇത് കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഏപ്രിൽ മാസത്തിൽ 5,000 ബിസിനസ് വോളിയം ചെയ്തു, മെയ് മാസത്തിൽ 5,000 ചെയ്തു, ജൂണിൽ ഒരു 7,500 ചെയ്തു, ജൂലൈയിൽ 7,500 ചെയ്തു. ടോട്ടൽ എത്രയായി? 5 5 10 19 25,000 രൂപയുടെ പർച്ചേസ് ഓൾറെഡി കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം 5,000 കൂടി ചെയ്യുന്ന സമയത്ത് 30,000 രൂപയുടെ പർച്ചേസ് അവരായി കഴിഞ്ഞു. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ ബാലൻസ് ഉള്ള 30,000 കൂടി അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? 5,000 രൂപയുടെ RCM പ്രൊഡക്റ്റും ഒരു ട്രിപ്പ് അവർക്ക് എലിജിബിലിറ്റി കിട്ടും. എന്തുകൊണ്ടാണ് ഇവർക്ക് 5,000 രൂപയുടെ RCM പ്രൊഡക്റ്റ് ആയി പോകാനുള്ള കാരണം? ഇവരുടെ ടോട്ടൽ പർച്ചേസ് 60,000 ആയിട്ടും 6 മാസം ചെയ്തിട്ടും അവർക്ക് 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ആവാനുള്ള കാരണം എന്താണ്? ഇവ 6 മാസത്തിന്റെ ഇടയ്ക്കുള്ള അവരുടെ ഏറ്റവും മിനിമം എമൗണ്ട് ഏതാണ് വരുന്നത്? 5,000 ബിസിനസ് വോളിയത്തിന്റെ സ്ലാബാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ സ്ലാബ്. കാരണം അവർ സ്ലാബ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 5,000 രൂപയുടെ RCM പ്രൊഡക്റ്റ് മാത്രം അവർക്ക് കിട്ടുന്നത്. ബട്ട് ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും 10,000 കൃത്യമായിട്ട് 10,000 വെച്ചിട്ടാണ് നിങ്ങൾ ഈ സ്ലാബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും? 10,000 രൂപയുടെ RCM പ്രൊഡക്റ്റ് കിട്ടും. പ്ലസ് നിങ്ങൾക്ക് കമ്പനിയുടെ ന്യൂട്രി ചാർജിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്രിപ്പിനുള്ള എലിജിബിലിറ്റിയും കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു 2,500 ബിസിനസ് വോളിയത്തിന് മുകളിൽ വരുന്ന ഏത് RCM പ്രൊഡക്റ്റും ന്യൂട്രി ചാർജ് ഉൾപ്പെടെയുള്ള ഏത് RCM പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്ന സമയത്തും RCM എന്ത് ചെയ്യും? അവരുടെ ഭാഗത്തു നിന്നുള്ള ഫ്രീ ഗുഡ്സ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് തന്നെ ഈ 5,000 രൂപക്ക് RCMന്റെ ഏത് പ്രൊഡക്റ്റ് വേണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ കൂടെ ഡബിൾ ദമാൻ ഓഫർ 10,000 മേലെയുള്ള സ്ലാബിൽ ന്യൂട്രി ചാർജ് കൊടുക്കുന്നില്ല. അവർ കൊടുക്കുന്ന എന്താണ്? ഒരു ട്രിപ്പാണ് കമ്പനി കൊടുക്കുന്നത്. ഈ ട്രിപ്പ് നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം 5,000 ബിസിനസ് വോളിയമെങ്കിലും എല്ലാ മാസം 5,000 അതിന് മേലെയോ ഉള്ള ബിസിനസ് വോളിയം നിങ്ങൾ എല്ലാ മാസവും ചെയ്യുക. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്ക് നിങ്ങൾ ടോട്ടൽ 60,000 ബിസിനസ് വോളിയം, അതായത് 10,000 ഇൻറ്റു 6 മാസം, അങ്ങനെ 60,000 ബിസിനസ് വോളിയം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിനുള്ള എലിജിബിലിറ്റി കിട്ടും. ബട്ട് ഇതിലുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെറിയ ചെറിയ വോളിയം പകുതി 5,000 ബിസിനസ് വോളിയം ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി RCM പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുക വെറും 5,000 രൂപയുടെ RCM പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും 10,000 ചെയ്യുന്ന ആൾക്കാർക്ക് 10,000 രൂപയുടെ RCM പ്രൊഡക്റ്റും കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത സ്ലാബ് നമുക്ക് നോക്കാം. ഏപ്രിൽ ടു നവംബർ മാസങ്ങളിൽ ചെയ്യുന്ന ഇത്. ഇപ്പൊ നമ്മളിപ്പം നേരത്തെ നോക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു ഏപ്രിൽ മാസം നമുക്ക് കഴിഞ്ഞു പോയി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ലാബിലേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ഏപ്രിൽ മാസത്തിൽ 4,000 ബിസിനസ് വോളിയം ചെയ്തൊരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഫറിന് മാത്രം, നമ്മുടെ പ്രീമിയം ക്ലബ് മെമ്പേഴ്സിന് മാത്രം ആഡ് ഓൺ ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ ഓപ്ഷൻ നമുക്ക് സെപ്റ്റംബർ വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. ഒക്ടോബറിലും നവംബറിലൊന്നും ഈ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നില്ല. സെപ്റ്റംബറിനുള്ളിൽ നമ്മൾ ഇതിനകത്തുള്ള ഈ ഒരു എലിജിബിലിറ്റിക്ക് നമ്മൾ വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏപ്രിൽ മാസത്തിൽ 4,000 ബിസിനസ് വോളിയം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ മെയ് മാസത്തിൽ 21,000 ബിസിനസ് വോളിയം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഞാൻ 25,000 സ്ലാബിലുള്ള ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. കഴിഞ്ഞ മാസം 4,000 ബിസിനസ് വോളിയം ചെയ്തു. ഈ മാസം തൊട്ട് അയാൾ 25,000 സ്ലാബിലേക്ക് പോകണമെങ്കിൽ ഈ മാസം അയാൾ ബാലൻസ് 21,000 ബിസിനസ് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കഴിഞ്ഞ മാസത്തിൽ ഒരു 12,500 ആയിട്ടും ഈ മാസം ഒരു 12,500, എന്ന് വെച്ചാൽ 25,000 50% മെയിൻറ്റെയിൻ ചെയ്ത പോലെ കമ്പനി കണക്കാക്കും. കഴിഞ്ഞ മാസം 4,000 ആണ് ചെയ്തതെങ്കിൽ ബാലൻസ് എത്ര ചെയ്യണം? 21,000 പ്രൊഡക്റ്റ് മാത്രം അവർ പർച്ചേസ് ചെയ്താൽ മതി. പിന്നീടുള്ള എല്ലാ മാസങ്ങളും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? 12,500 അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ടോട്ടൽ 1.5 ലക്ഷം ബിസിനസ് വോളിയം സെപ്റ്റംബർ മാസത്തിൽ വരുന്നത് പോലെ എന്ത് ചെയ്യണം? ഇവര് പർച്ചേസ് ചെയ്ത് തുടർന്നു കൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് നെസസറി. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട
ഓഫർ എന്താ വെച്ചാൽ ആൾക്കാർ അയച്ചു തുടങ്ങി. 4000 രൂപയുടെ RCM പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക എന്നാണ് ആൾക്കാർ പറയുന്നത്. സംഭവം പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ച് ട്രാജഡി അല്ലേ ഇത്? 4000 രൂപയുടെ RCM പ്രൊഡക്റ്റ് ഇത്രയും പർച്ചേസ് 25,000 രൂപയുടെ മീൻ 1.5 ലക്ഷം രൂപ 6 മാസം പർച്ചേസ് ചെയ്തിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമുള്ള കാര്യമല്ലേ? ബട്ട് ഇയാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 12,500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 12,500 വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് 12,500 ചെയ്യാൻ സാധിക്കുക? അയാൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ്. 12,500 രൂപ അടുത്ത ഒക്ടോബർ മാസം കൂടി അവർ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള 6 മാസം അവർ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഏറ്റവും കുറഞ്ഞ വോളിയം ആയിട്ടുള്ള 4000 BVയുടെ പ്രൊഡക്റ്റ് ആണ് RCM ശരിക്കും ഓഫറായിട്ട് അവർക്ക് കിട്ടേണ്ടത്. ബട്ട് ഈ 4000 BVയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ RCMന്റെ വാങ്ങുന്നില്ല. നിങ്ങൾ മെയ് തൊട്ടുള്ള ഓഫറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് 12,500 ഒരു പ്രാവശ്യം വാങ്ങിച്ചു പോയതുകൊണ്ട് 12,500 കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടില്ല മിനിമം. സോ ഈ 12,500 നിങ്ങൾ എന്ത് ചെയ്യുക? ഒക്ടോബർ മാസം കൂടി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, വെച്ചാൽ ന്യൂട്രിചാർജിന് വേണമെന്നില്ല, അത് RCMയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും മതി. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഈ ഒരു 6 മാസത്തെ സ്ലാബിലേക്ക് വരികയും മിനിമം നിങ്ങൾക്ക് 12,500 രൂപയുടെ RCM പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്, ന്യൂട്രിചാർജിന്റെ ഓഫർ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ മാസം വരെയാണ് അവർ പറയുന്നത്. ഒക്ടോബർ മാസത്തേക്ക് എക്സ്റ്റെൻഡ് ആവുന്നില്ല. സെപ്റ്റംബർ മാസത്തിൽ തീരുകയാണ് ഈ ഓഫർ. സോ ന്യൂട്രിചാർജിന്റെ ഭാഗത്ത് നിന്ന് അവർ കൊടുക്കുന്നത് എന്താ? ട്രിപ്പാണ് അവർ കൊടുക്കുന്നത്. ഈ ഒരു ഓഫർ നിങ്ങൾ ടോട്ടൽ 1.5 ലക്ഷം ബിസിനസ് വോളിയം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 6 മാസം കൊണ്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ന്യൂട്രിചാർജ് നിങ്ങൾക്ക് ട്രിപ്പ് വന്നു. അവർ പിന്നെ വേറെ ഒന്നും തരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ്? RCMന്റെ ഭാഗത്തു നിന്നുള്ള ഫ്രീ ഗുഡ്സ് ആണ് ആവശ്യം. നിങ്ങൾ ഈ ഒരു 6 മാസത്തെ പൈസ നിങ്ങൾ റെഡീം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഈ 4000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾ ആ 4000 രൂപ നിങ്ങൾ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കുക. നവംബർ മാസം ആകുമ്പോൾ നിങ്ങൾ 12,500 രൂപയെങ്കിലും പർച്ചേസ് കൂടി ഒക്ടോബർ മാസം ചെയ്താൽ നിങ്ങൾ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സ്ലാബിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. കാരണം എന്താ? RCM ബിസിനസ് പറഞ്ഞിട്ടുള്ള എന്താണ്? ഒന്നുകിൽ ഏപ്രിൽ തൊട്ടിട്ടുള്ള 6 മാസം, മെയ് തൊട്ടിട്ടുള്ള 6 മാസം, അല്ലെങ്കിൽ ജൂൺ തൊട്ടിട്ടുള്ള 6 മാസം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ഈ ഫ്രീ ഗുഡ്സിന്റെ ഓഫർ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഏപ്രിൽ തൊട്ടിട്ടുള്ള ഓഫർ നിങ്ങൾ RCMന് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ന്യൂട്രിചാർജിന്റെ ഈ ട്രിപ്പ് അവൈലബിൾ ആവും. 12,500 രൂപയുടെ ഒരു മാസം കൂടി നിങ്ങൾ ടോട്ടൽ RCMന്റെ പ്രൊഡക്റ്റ്, ന്യൂട്രിചാർജിന് വേണമെന്നില്ല, RCMന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിനിമം 12,500 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? RCMന്റെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. സോ നിങ്ങൾ ഓരോ ആൾക്കാരും 100% നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോ ഓഫർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മിനിമം വോളിയം 4000, ഏറ്റവും കുറഞ്ഞ വോളിയത്തിന്റെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലാബിലേക്ക് നിങ്ങൾ ഇപ്പം വലിയ വോളിയം ആണെങ്കിൽ പോലും നിങ്ങൾ വലിയ ഒരു 25,000 10,000 സ്ലാബിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ 5,000 4,000 ആണ് നിങ്ങളുടെ 6 മാസത്തെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത മാസം മെയ് തൊട്ടിട്ടുള്ള 6 മാസത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ വോളിയം ഏതാണെന്ന് വെച്ചാൽ ആ വോളിയം നിങ്ങൾ RCMന്റെ ടോട്ടൽ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി അടുത്ത സ്ലാബിലേക്ക് നിങ്ങൾ പോകും. ഈ 4,000 രൂപയുടെ സ്ലാബിലേക്ക് നിങ്ങൾ വരില്ല. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, റിഡീം ചെയ്യാൻ പോകുന്ന, എലിജിബിൾ ആയിട്ടുള്ള ആ 4,000 രൂപ നിങ്ങൾ എന്നുവെച്ചാൽ ആ ചെറിയ എമൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക. തൊട്ടടുത്ത മാസത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അടുത്ത സ്ലാബിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. സോ അങ്ങനെ നിങ്ങൾ ഓരോ വ്യക്തികളും ചെയ്യുക. പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയി തോന്നുമെങ്കിലും ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് അധികം ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് ഇത്തിരി ഓഫറുകൾ പറഞ്ഞു. ഇനി നമുക്കുള്ള ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ ജൂൺ 30 ഇടയ്ക്ക് നമ്മുടെ 18 വയസ്സിന്റെയും 35 വയസ്സിനും ഇടയ്ക്കുള്ള ലേഡീസ് ആരെങ്കിലും ജോയിൻ ചെയ്യുന്ന സമയത്ത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയുള്ള ഒരു ന്യൂ ജോയിനിക്ക് കമ്പനി കൊടുക്കുന്ന ഓഫറാണ്. 2 ന്യൂട്രിചാർജ് വുമൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ഓട്ടോമാറ്റിക്കലി 2 ന്യൂട്രിചാർജ് വുമൺ പർച്ചേസ് ചെയ്യുമ്പോൾ 576 ബിസിനസ് വോളിയം വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലക്കി ഡ്രോ പർച്ചേസിന് അവർക്ക് അർഹൻ. നമ്മളെ RCMന്റെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ന്യൂട്രിചാർജും ലക്കി ഡ്രോ പർച്ചേസ്, കാറിന്റെയും ബൈക്കിന്റെയും പർച്ചേസ് അവരുടെ ഒരു ലക്കി ഡ്രോ എൻട്രി അവർക്ക് കിട്ടും. അത് കൂടാതെ തന്നെ അവർക്ക് എന്ത് കിട്ടും? 11 ലക്കി ഡ്രോ വേറെയും അവർ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് പറയുന്നത് ഗോൾഡ് നെക്ലേസ് സെറ്റ് വർത്ത് 1,51,000 ഗോൾഡ് നെക്ലേസിന്റെ ലക്കി ഡ്രോ ഉണ്ട്. സെക്കൻഡ് പ്രൈസ് ഗോൾഡ് നെക്ലേസ് സെറ്റ് വർത്ത് 1 lakh rupees ഗോൾഡ് നെക്ലേസ് ഉണ്ട്. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡ് ഇയറിംഗ്സ് ആണ്, വർത്ത് അറൌണ്ട് 51,000 രൂപയുടെ ഗോൾഡ് ഇയറിംഗ്സ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നാലാമത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഡയമണ്ട് റിംഗ് വർത്ത് 25,000 8 പേർക്ക് കിട്ടുന്നുണ്ട്.
സോ നമ്മൾ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്താണ് മാക്സിമം ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് കൂടാതെ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബിസിനസ് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സോ ഇതാണ് അടുത്തതായിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി 2 ന്യൂട്രിചാർജ് വുമൺ മാത്രം പർച്ചേസ് ചെയ്താൽ മാത്രം മതി, അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾസോ ഗെറ്റ് ബൈക്ക് ആൻഡ് കാർ ലക്കി ഡ്രോ. ഇനി ഈ ഓഫറുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പരിപാടി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്, അവയർനെസ് കൊടുക്കുക എന്നുള്ള. ആൾക്കാരുടെ അടുത്ത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ സയൻസും ആളുകളുടെ അടുത്ത് സിമ്പിൾ ആയിട്ടുള്ള സയൻസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാക്സിമം ആൾക്കാരെ നമ്മുടെ ഈ ന്യൂട്രീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അവയർനെസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഫോൺ ചെയ്തിട്ട് മാക്സിമം ആൾക്കാർ, ഐ മീൻ അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് വെച്ച് 4 പേരോടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ന്യൂട്രീഷന്റെ ആവശ്യകതയെ പറ്റി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു മാസത്തിൽ വെറും 15 ദിവസം മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. 30 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. വെറും 15 ദിവസം ഓരോ മണിക്കൂർ വെച്ച് ഫോണിലൂടെ ആൾക്കാരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ ന്യൂട്രിചാർജ് വുമൺ, മെന്ന്, കിഡ്സ്, വെജ് മെഗാ, ന്യൂട്രിചാർജ് S5 റിഫ്രഷർ. ഈ ഒരു പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ഈ പറഞ്ഞ സാധനങ്ങൾക്കൂടെയൊക്കെ ബിസിനസ് വോളിയം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സപ്പ് ചെയ്ത് ഈ പറഞ്ഞ 5000 ബിസിനസ് വോളിയം വരെയുള്ള അച്ചീവ്മെന്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഹൗ ടു യൂസ് RCM ഓഫേഴ്സ് ഫോർ ഡയറക്ട് സെല്ലേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ RCMന്റെ ഓഫർ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ന്യൂട്രിചാർജിന്റെ മാത്രമല്ല, ഇതിന്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, റൈസ് ബ്രാൻ ഓയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അതിന്റെ ഗുണങ്ങളെ പറ്റി പറയുക, ആട്ടയുടെ ഗുണങ്ങളെ പറ്റി പറയുക, പഞ്ചതുളസി ഡ്രോപ്സ്, ഗിലോയ് തുളസി രസ്, കാഡ പൗഡർ, ഹണി, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. എവറി മന്ത് മേക്ക് എ ടാർഗറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് മെൻഷൻഡ് അബൌട്ട് അറ്റ്ലീസ്റ്റ് 2 weeks. ഈ പറഞ്ഞ റൈസ് ബ്രാൻ ഓയിൽ, ആട്ട, പഞ്ചതുളസി, ഇതൊക്കെ മിനിമം ഒരു 2 പേർക്കെങ്കിലും നമ്മൾ വിറ്റിരിക്കുമെന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ ചെയ്യുക. കാരണം സിമ്പിൾ ആയിട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. വെൻ യു പ്രൊമോട്ട് പ്രൊഡക്റ്റ് ഇൻഫോം അബൌട്ട് RCM ഓഫേഴ്സ്. നമ്മുടെ RCMന്റെ ഓഫറുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റുകൾ പറയുന്ന സമയത്തും ന്യൂട്രിചാർജ് വുമൺ 2 പാക്കറ്റ് വാങ്ങുമ്പോൾ ലക്കി ഡ്രോ കിട്ടും, 11 പേർക്ക് ലക്കി ഡ്രോ ഉണ്ടെന്ന് പറയുക. 500, 1000, 2500, 5000 ബിസിനസ് വോളിയത്തിന് ന്യൂട്രിചാർജിന്റെ 100% ഫ്രീ ഗുഡ്സ് കിട്ടുന്നുള്ള കാര്യം പറയുക. കൂടാതെ തന്നെ RCM പ്രൊഡക്റ്റ് 2500 ബിസിനസ് വോളിയത്തിന്റെ മേലെ ചെയ്യുമ്പോൾ 100% ഗുഡ്സ് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അവരെ പറഞ്ഞു ഓർമ്മിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്റ്റഡി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ RCMന്റെ ഹണിയുടെ ഒരു കാര്യം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കരിഞ്ജീരകവും ഹണിയും കൂടി ഒന്നിച്ച് കഴിക്കുന്ന സമയത്ത് ഇരട്ടി, നമുക്ക് പാകിസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ട്രയൽ, നമുക്ക് ഓൾറെഡി കപിൽ കപൂർ സാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹണിയും അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് S5 കരിഞ്ജീരകവും ഒന്നിച്ച് കഴിക്കുന്ന സമയത്ത് ഇരട്ടി മടങ്ങ് ഇമ്മ്യൂൺ പവർ ആണ് COVID-19 ഒരു വ്യക്തികൾക്ക് കിട്ടുന്നെന്ന് പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ന്യൂട്രിചാർജ് S5 വെച്ചിട്ടോ RCMന്റെ ഹണി വെച്ചിട്ടോ നടന്നല്ല, അവിടെയുള്ള പാകിസ്ഥാനിൽ വെച്ച് നടന്ന കരിഞ്ജീരകവും തേനും വെച്ച് നടത്തിയിട്ടുള്ള ട്രയലിൽ അവർ പറഞ്ഞത് 100% എഫക്റ്റീവ് ആണ് ഹണിയും ന്യൂട്രിചാർജ് S5 കഴിക്കുന്നതെന്നാണ്. സോ നിങ്ങൾ ന്യൂട്രിചാർജ് S5 കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ RCMന്റെ ഏറ്റവും മൾട്ടി ഫ്ലോറൽ ആയിട്ടുള്ള ജർമ്മൻ ലാബിൽ നിന്ന് അപ്രൂവൽ കിട്ടി വന്നിട്ടുള്ള നമ്മുടെ ഹണി തന്നെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും പറയാം. RCMന്റെ ഹണി, RCMന്റെ ന്യൂട്രിചാർജ് S5, RCMന്റെ ഹണി, RCMന്റെ ന്യൂട്രിചാർജ് S5. ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്തത് ചവനപ്രാശം. ഈറ്റിംഗ് എ ടേബിൾ സ്പൂൺ ഓഫ് ചവനപ്രാശ് ഡെയിലി എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് മേ ഹെൽപ്പ് പ്രിവെന്റ് ആൻഡ് സ്പ്രെഡ് ദ വൈറസ്. ഇതിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള വേറൊരു സ്റ്റഡി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിവസം 1 ടീസ്പൂണ് ടേബിൾ സ്പൂൺ ചവനപ്രാശം കഴിക്കുന്ന ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുകയും കോവിഡ് വൈറസിൽ നിന്ന് പ്രതിരോധം ലഭിക്കുകയും ചെയ്യുന്നു. എങ്ങനത്തെ ഇതാ കഴിക്കേണ്ടത്? ഏത് നോർമൽ ചവനപ്രാശം കഴിച്ചിട്ട് കാര്യമില്ല. എക്സ്പെർട്സ് പറയുന്ന അതിനകത്ത് ഗിലോയ്, ആംല, നീം, ഗിലോയ് ഇതെല്ലാം ഉള്ള ചവനപ്രാശം കഴിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് എന്താ ഹെൽപ്പ് കിട്ടുന്നത്? കൊറോണ വൈറസ് പ്രൈമർലി എഫക്ട് ദ ലങ്സ് ആൻഡ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഈറ്റിംഗ് എ ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് ചവനപ്രാശ് ഡെയിലി എൻഹാൻസസ് ദ ഇമ്മ്യൂണിറ്റീസ്, സ്പെസിഫിക്കലി ദാറ്റ് ഓഫ് ലങ്സ് ആൻഡ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ആംല, നമ്മുടെ കയ്യിലുള്ള ആംല അടങ്ങിയിട്ടുള്ള, നമ്മുടെ നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ചവനപ്രാശം കഴിച്ചു കഴിഞ്ഞാൽ 100 റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് വരുന്ന ഇൻഫെക്ഷൻ, കൊറോണ കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ 100% പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓൾറെഡി സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് അറിഞ്ഞൂടാ. നമ്മളെ സാധാരണ ചവനപ്രാശം പോലെയല്ല RCMന്റെ ചവനപ്രാശം. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് നെല്ലിക്കയും തേനുമാണെന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞൂടാ. ഈ 2 സാധനം തന്നെയാണ് RCMനെ പറ്റി ഒന്നും അറിയാതെ സ്റ്റഡി ചെയ്തിരിക്കുന്ന സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതാണ് ഇന്ന് കഴിക്കേണ്ടതെന്ന്.
സോ നമ്മുടെ കയ്യിലുള്ള ഒരു ഗുണങ്ങൾ നിങ്ങൾ നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള സാധനമാണ് TCG നമുക്കായി ഓൾറെഡി കൊറോണ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അടുത്തതായിട്ട് ഇതാ COVID-19 ആയുർവേദിക് കാഡാസ് യു മസ്റ്റ് ഹാവ് ഏർലി മോർണിംഗ് ടു ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി കാഡ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഈ വെള്ളം നിങ്ങൾ കുടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇമ്മ്യൂണിറ്റി ഈസ് ഇൻ ഇറ്റ്സ് പ്രൈം, വി ഹാവ് curated list of Ayurvedic concoctions, kadas to help you boost your immunity. നിങ്ങളുടെ കൃത്യമായിട്ട് എനിക്ക് കാണുന്നില്ല, ഭയങ്കര ബ്ലെയർ ആയിട്ട് എനിക്ക് കാണുന്നത്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, കാഡ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഈ ടീ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് 100% നമ്മുടെ വൈറസിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകമായിരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കാഡ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് കൂടി അവർ പറഞ്ഞിട്ടില്ല. അതിൽ 2, 3, 4 എന്താ പറയുക പ്രൊഡക്റ്റ് മാത്രം, ആയുർവേദിക് മെഡിസിൻസ് മാത്രം ഇട്ടിട്ടാണ് കാഡ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള കാഡ പൗഡറിന്റെ വ്യത്യാസം എന്താ, 12 തരത്തിലുള്ള മൂലികളാണ് നമുക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയി വരുന്ന കാഡ പൗഡറിലുള്ളത്. സോ നമ്മളെല്ലാവരും ഭയങ്കര ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആണ്. 100% ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുക. അടുത്തായിട്ട് പറയുന്നത് എന്താണ്, അടുത്തത് ഗിലോയ് തുളസി. നമ്മൾ പറയുന്നത് കോവിഡിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വഗന്ധ, ഗിലോയ് ആൻഡ് തുളസി. ഈ 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്കുകളാണ് കോവിഡിനെതിരെയുള്ള, എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടാമത് വന്നിട്ടുള്ള കോവിഡിനെതിരെയുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്നാണ് സ്റ്റഡീസ് വേറെ പറയുന്നത്. ഇതിന് നമുക്ക് എന്താ ഉള്ളത്, നമ്മുടെ കയ്യിൽ ഗിലോയ് തുളസി രസം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇതിനേക്കാളും നല്ല പ്രൊഡക്റ്റുകൾ, ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ വെച്ചിട്ട് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതെല്ലാം ഇതൊന്നും നമുക്ക് വേണ്ടി RCMന്റെ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. ഇതൊക്കെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ പഠിച്ച് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇത് PDF ഫയൽ നിങ്ങൾക്ക് ഇതിന് എല്ലാത്തിനും കിട്ടും, DNA ആണെങ്കിലും എല്ലാത്തിനും കിട്ടും. 100% ഓതന്റിക് ആയിട്ടുള്ള ഫയലുകളാണ് പറയുന്നത്. 100% കാഡ പൗഡറും ഗിലോയ് തുളസി രസവും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെയൊക്കെ സെയിൽ കൂട്ടാൻ സാധിക്കും. ഒരുപാട് പേർക്ക് കോവിഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പ്രതിവിധി കൂടി ഈ പ്രൊഡക്റ്റുകളായിരിക്കും. ഇതൊന്നും ഇപ്പൊ പറഞ്ഞ ഗിലോയ് തുളസി രസവും കാഡ പൗഡറും തുളസി ഡ്രോപ്സും ഒന്നും നിങ്ങൾക്ക് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുക. 3000 പേർക്ക് നടത്തിയിട്ടുള്ള ഒരു ട്രയലിൽ, ആ ട്രയലിൽ അവർ എന്താ കൊടുത്തതെന്നറിയോ, മഞ്ഞൾ 100% കുറുക്കുമിൻ കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ മഞ്ഞൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ട്രയലിൽ അവർ പറയുന്നത് ഡിസ്പ്ലേഡ് പൊട്ടൻഷ്യൽ എഫക്ട് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് COVID-19 ട്രീറ്റ്മെന്റിന് ഏറ്റവും വലിയ തരത്തിലുള്ള മാറ്റം വന്നിട്ടുള്ളത് നല്ല പ്യൂർ ആയിട്ടുള്ള കുറുക്കുമിൻ ഉപയോഗിച്ചിട്ടുള്ള മഞ്ഞൾ വെച്ച് നടത്തിയിട്ടുള്ള ട്രയൽ. ആ മഞ്ഞൾ അതിന്റെ സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് തടയുന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സോ നമുക്ക് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് RCMന്റെ 100% പ്യൂർ ആയിട്ടുള്ള കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്കിലും നിങ്ങൾ 100% കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് സുഖമായിട്ട് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ ഒന്നുമില്ലാതെ തന്നെ മിനിമം ഒരു 5000 ബിസിനസ് വോളിയത്തിന്റെ 5000 DPയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സോ പ്രൊമോട്ട് ഓൾ ദീസ് തിങ്സ്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് 100% ഗുണമേന്മയുള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡിലേക്ക് തിരിച്ചു വരികയാണ്. ഓരോ മണിക്കൂറും നമ്മൾ എന്ത് ചെയ്യുക, 4 പേര് എന്ന് വെച്ചാൽ 1 മിനിറ്റ്, ഒരു 15 മിനിറ്റെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ 1 മണിക്കൂർ 4 പേരെടുത്ത് നിങ്ങൾ ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് 120 ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് നമ്മുടെ RCMന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിക്കും. 120 പീപ്പിൾസ് ഇൻ എ മന്ത്, ഒരു മാസം. ഈ 120 ആൾക്കാരിൽ 60 പേര് എന്ത് ചെയ്യണം, നമ്മുടെ RCMന്റെ പ്രൊഡക്റ്റ്, പകുതി ആൾക്കാരെ, മുഴുവൻ ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ട, 50% ആൾക്കാരെ കൊണ്ട് RCMന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക. ഈ 60 പേരിൽ നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യുക, നിങ്ങൾ ട്രെയിൻ ചെയ്യണം. അവരെടുത്ത് അടുത്ത മാസം നിങ്ങൾക്ക് കിട്ടിയ, നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു മാസത്തിൽ 15 ദിവസം 1 മണിക്കൂർ വീതം 4 പേരെ RCMന്റെ പ്രൊഡക്റ്റുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ വ്യക്തി, ഈ 60 പേരിൽ ഒരാളെ കൊണ്ട് നിങ്ങൾ ജയിച്ചാൽ മതി. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങളും ഇത് പറഞ്ഞ പോലെ തന്നെ പറയാൻ വേണ്ടിയിട്ട് 60ൽ ഒരു ലീഡറെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുക. എവറി മന്ത് അറ്റ്ലീസ്റ്റ് 1 ന്യൂ കസ്റ്റമർ ടു പ്രൊമോട്ട് RCM ഓഫേഴ്സ്. എല്ലാ മാസവും എന്താക്കുക, ഈ വ്യക്തിയോട്, അടുത്ത മാസം വന്ന വ്യക്തിയോട് എന്താ പറയേണ്ടത്, ഈ 60 നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 60 പേരിൽ ഒരു വ്യക്തിയുടെ അടുത്ത് എന്ത് പറയണം, ഈ പറഞ്ഞ RCMന്റെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടും പറയാൻ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് പറയുക. ഓരോ മാസവും നിങ്ങൾ ഓരോ ആൾക്കാരെ വീതം സെലക്ട് ചെയ്താൽ മതി. ദാറ്റ് എല്ലാ മാസം, ദാറ്റ് മീൻസ് എവറി മന്ത് ക്രിയേറ്റ് 1 ലീഡർ ടു സ്പെൻഡ് 15 hours ഇൻ എ മന്ത്. ഒരു മാസം 15 മണിക്കൂർ മാത്രം RCMന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലിരുന്ന് ഫോൺ ചെയ്ത് 4 പേരോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, മേക്ക് ഷുവർ ദാറ്റ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ ഓഫറിൽ 6 മാസം പർച്ചേസിലേക്ക് ഇവർ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഷുവർട്ട് ചെയ്യുക. ഇവർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ 60 പേരിൽ നമ്മൾ കാണേണ്ടത് 500 ബിസിനസ് വോളിയം ചെയ്യുന്ന ഒരു 25 പേരെ, നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂട്രിചാർജ് മെല്ലും വുമണും വാങ്ങുന്ന
ഒരു 25 കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കണം. 1000 ബിസിനസ് വോളിയം ചെയ്യുന്ന 10 കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കണം. 2500 ബിസിനസ് വോളിയം ചെയ്യുന്ന 5 കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കണം. 5000 ബിസിനസ് വോളിയം ചെയ്യുന്ന ഒറ്റ കസ്റ്റമർ നിങ്ങൾ ഉണ്ടാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു 500 ബിസിനസ് വോളിയം ചെയ്യാൻ വേണ്ടി ന്യൂട്രിചാർജ് മെന്നും വുമണും വാങ്ങിച്ചാൽ മതി. 1000 ബിസിനസ് വോളിയം ചെയ്യാൻ വേണ്ടി നെന്നും വുമണിന്റെ കൂടെ ഒരു പ്രോഡക്റ്റിന്റെ 15 ദിവസത്തെ ഡോയ് പാക്ക് വാങ്ങിച്ചാൽ മതി. 2500 ബിസിനസ് വോളിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മെന്നും വുമണും പ്രോഡക്റ്റും അതേപോലെ തന്നെ ന്യൂട്രിചാർജ് S5 കൂടി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പറ്റും. ഒരു ന്യൂട്രിചാർജ് കിറ്റും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. 5000 ബിസിനസ് വോളിയത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ 4 പേരെ കൊണ്ട് വീട്ടിലെ 4 അഡൽട്ട് ന്യൂട്രിചാർജിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒറ്റൊരു ഫാമിലി നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അതിൽ കൂടുതൽ നിങ്ങൾ കൊണ്ടുവരണ്ട. ഇങ്ങനെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് വെരി വെരി ഈസി. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യു ആർ മീറ്റിംഗ് 120 ആൾക്കാർ ഒരു മാസം കണ്ടിട്ട് അതിനകത്ത് വെറും 41 ആൾക്കാരെ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. 60 പേരെ പോലും ഇല്ല. ഞാൻ 60 പേരിൽ നിന്ന് 41 പേരെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ 120 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, 120 60 പേരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ഈ 60-ൽ 41 പേരെ കൊണ്ട് ന്യൂട്രിചാർജിന്റെ ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൃത്യമായിട്ട് ഇവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തി 6 മാസം പർച്ചേസ്, ഒരേ ഒരു വ്യക്തി തന്നെ എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യത്തെ മാസം 40,000 ബിസിനസ് വോളിയത്തിന്റെ എന്ന് വെച്ചാൽ 25 പേര് 500 സ്ലാബിലേക്ക് 25 പേരും, 1000 സ്ലാബിലേക്ക് 10 പേരും, 2500 സ്ലാബിലേക്ക് 5 പേരും, 5000 സ്ലാബിലേക്ക് ഒരാളും വന്നു കഴിഞ്ഞാൽ 40,000 ബിസിനസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആയി. നെക്സ്റ്റ് മന്ത് ഈ പറഞ്ഞ പോലെ ഒരാളും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. 2 പേരും നിങ്ങളും നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളും കൂടി നിങ്ങൾ ഇതേ സ്ലാബിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് 50, 20, 10, 2 എന്ന് വെച്ചാൽ ജസ്റ്റ് നേരെ ഇരട്ടിയാവും. ഇതേപോലെ നിങ്ങൾ 6 മാസം കൃത്യമായിട്ട് ഓരോ ആൾക്കാരെ ജസ്റ്റ് ഒരേ ഒരാളെ മാത്രം നിങ്ങൾ എൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 6ാമത്തെ മാസം 2,40,000 രൂപയുടെ ബിസിനസ് വോളിയം നിങ്ങൾക്ക് വിധിച്ചു. നിങ്ങൾ നോക്കേണ്ടത് വെറും 500 BVയുടെ 25 പേരെയും 1000 BVയുടെ 10 പേരെയും 2500 BVയുടെ 5 പേരെയും 5000 BVയുടെയും ഒരാളെയും നിങ്ങൾ ഓരോ മാസം എക്സ്ട്രാ ഓരോ ആൾക്കാരെ വീതം എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,40,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് ജനറേറ്റ് ആവും. സോ ഇത് വളരെ സിമ്പിൾ ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ മാസവും ഒരു വ്യക്തിയെങ്കിലും ഒരു 60 പേരെ ഫോൺ ചെയ്യാനും അതിൽ നിന്ന് 41 പേരെ സെലക്ട് ചെയ്ത് ഈ പറഞ്ഞ കാറ്റഗറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേര് നോക്കാം. ഓരോ മാസവും ഇതുപോലെ കൃത്യമായി ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാസം 40,000-ൽ നിന്ന് തുടങ്ങിയിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഓരോ മാസം നമ്മൾ നോക്കിയിട്ട് 14,80,000 രൂപയായിരിക്കും നിങ്ങളുടെ 6 മാസം കഴിഞ്ഞുള്ള ടോട്ടൽ വോളിയം. കൃത്യമായിട്ട് ഇത് ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ ഓരോ മാസം നിങ്ങൾ ഓരോ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്ത് അവരും 60 പേരിൽ നിന്ന് 45 പേരെ ക്രിയേറ്റ് ചെയ്ത് ആ പറഞ്ഞതിൽ നിന്ന് വീണ്ടും ഒരു ലീഡറെ കൂടി ക്രിയേറ്റ് ചെയ്താൽ. ബട്ട് ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആൾ തൊട്ടിട്ട് ഈ 25 പേര് തൊട്ടിട്ട് ഈ 10 പേര് തൊട്ട് 5 പേര് തൊട്ട് ഈ ഒരാൾ വരെ കൃത്യമായിട്ട് 6 മാസത്തെ സ്ലാബിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് മാത്രം ചെയ്താൽ മതി. ഇറ്റ് ഈസ് വെരി സിമ്പിൾ സർ. സുഖമായിട്ട് ഒരു ടെക്നിക്കൽ അച്ചീവ്മെന്റിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. 4ാമത്തെ മാസം സ്റ്റാർ അച്ചീവ്മെന്റിലേക്ക് വരും. 5ാമത്തെ മാസം നിങ്ങൾ സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് വരും. 6ാമത്തെ മാസം നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ലാബിലേക്ക് കടക്കാൻ പറ്റി ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടൊരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടാനില്ല. ഇനി ഇതേപോലെ തന്നെ പിക്കപ്പ് സെന്റർ ഓണേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നോർമൽ ഡയറക്ട് സെല്ലേഴ്സിന്റെ കാര്യമാണ്. ഒരു പിക്കപ്പ് സെന്റർ ഓൺ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിളിക്കാൻ വേണ്ടി തയ്യാറാവുകയും ഇത്തരത്തിലുള്ള ആളുകളെ സ്ലാബിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുകയാണ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ MRPക്ക് ഒരു 2000 ബിസിനസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് ഒരു 25 ദിവസം ആളുകൾക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം വെച്ചിട്ട്, കാരണം ഇതിന്റെ സയൻസ് അറിഞ്ഞു, എത്രത്തോളം ഇതിന്റെ ആവശ്യകത ഉണ്ടെന്ന് അറിഞ്ഞു, മാർക്കറ്റ് അറിഞ്ഞു, എല്ലാം നമ്മൾ അറിഞ്ഞു. ഒരു 25 ദിവസം നമ്മൾ 2000 BVയുടെ പ്രൊഡക്റ്റുകൾ MRPക്ക് ഒരു പിക്കപ്പ് സെന്റർകാരൻ വിൽക്കാൻ തയ്യാറാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% MRP DP ഡിഫറൻസ് അവർക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഏകദേശം 20,000 രൂപയുടെ പ്രോഫിറ്റ് അവർക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് അവർ ഓട്ടോമാറ്റിക്കലി എന്തായാലും പിക്കപ്പ് സെന്റർകാരൻ ഒരു ടീം ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 19% സ്ലാബിലെങ്കിലും എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 9,500 രൂപ കമ്മീഷൻ മാത്രം അവർക്ക് എക്സ്ട്രാ വേറെ കിട്ടുന്നതാണ്. ഇത് കൂടാതെ 32% സ്ലാബിലുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9,500 എന്നുള്ളത് 16,000 സ്ലാബിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി മാറും. 8% പിക്കപ്പ് സെന്റർ കമ്മീഷൻ കിട്ടും. അതായത് 8,000 രൂപ അവർക്ക് പിക്കപ്പ് സെന്റർ കമ്മീഷൻ ആയിട്ടും കിട്ടും. ദാറ്റ് മീൻസ് 32% സ്ലാബുള്ള വ്യക്തിക്ക് ഒരു 53,500 രൂപയും 19% സ്ലാബുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ 47,000 രൂപ മിനിമം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഎമ്മിന്റെ ഈ പറഞ്ഞ ഓഫറുകൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഇത് എല്ലാവർക്കും ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോർ 50 ഇപ്പോൾ 50,000 ബിസിനസ് പോലെ നിങ്ങളുടെ ഒരു പിക്കപ്പ് സെന്റർകാരന്റെ
അക്കൗണ്ടിലേക്ക് സ്വന്തം സെൽഫ് ഐ ഡിയിൽ ബില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 300 എൻട്രി കിട്ടും. ലക്കിയുടെ ഒരു കാറോ ബൈക്കോ കിട്ടാനുള്ള ചാൻസ് കൂടി അവർക്ക് കൂടുതലാണ്. കാരണം 50,000 ബിസിനസ് വോളിയം സെൽഫ് ഐ ഡി ചെയ്യുമ്പോൾ 300 എൻട്രി അവർക്ക് കിട്ടുന്നതായിരിക്കും. 8% പിക്കപ്പ് സെന്റർ കമ്മീഷൻ കിട്ടും, 20% MRP DP ഡിഫറൻസ് കിട്ടും. ഓട്ടോമാറ്റിക്കലി അവർക്കൊരു വാൾ ക്ലോക്ക് കിട്ടാനും അതേപോലെ തന്നെ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് കൂടി അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഈ ഓഫറുകളെല്ലാം എന്ത് ചെയ്യണം, വെറും ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മാത്രം മതി. ഇതൊന്നും കൂടാതെ 50,000 ബിസിനസ് വോളിയം ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നുകിൽ ലെനോവോയുടെ ഐഡിയ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജിം കോർബറ്റ്, കൂനൂര്, സിൽവാസ, അതേപോലെ തന്നെ ഗോവ, ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള ഒരു കപ്പിൾ എൻട്രി ടിക്കറ്റ് കിട്ടും. അതുകൂടാതെ ഒരു ലെനോവോയുടെ ടാബും അതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും ഓഫറുകൾ ഇതിന്റെ കൂടെ തന്നെ അവർക്ക് കിട്ടും. സോ ഇതിന് നിങ്ങളുടെ ഒരു 50% എങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്ലാബിന്റെ ഒരു 50% എങ്കിലും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെഗുലർ ബിസിനസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ RCM പ്രൊഡക്റ്റിന്റെ ഓഫറുകൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ വെറും ന്യൂട്രി ചാർജിന്റെ സ്ലാബുകൾ മാത്രം 500, 1000, 2500, 5000ന്റെ ഓഫറുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് വരാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ RCMന്റെ 2500ന്റെ ഒരുപാട് പേര് നിങ്ങളുടെ ഇതിലേക്ക് വരും, ടീമിലേക്ക് വരും. സോ ഇതിന്റെ ഒരു 50% എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100% ടെക്നിക്കൽ അച്ചീവർ ആവാനുള്ള ചാൻസ് ഈ ഓഫറുകൾ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കിട്ടും. സോ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അച്ചീവേഴ്സിനോട് ചോദിക്കുക. കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളുടെ ലീഡർമാർ നിങ്ങളുടെ കൂടെയുണ്ട്. സോ കൃത്യമായിട്ടുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതുകൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂവിന്റെ ഒരു കാഴ്ച ബംഗ്ലാവിനകത്ത് ഒരു ഒട്ടകത്തിന്റെ കുട്ടിയും ഉണ്ടായിരുന്നു, ഒരു ഒട്ടകത്തിന്റെ അമ്മയും കുട്ടിയും. അപ്പൊ ഈ കുട്ടി ഒട്ടകത്തിനോട് ചോദിച്ചു, കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇതെന്താ ബാക്കിയുള്ള ജീവികൾക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് മാത്രം എന്താ പുറത്ത് ഇത്രയും വലിയൊരു മുഴ പോലത്തെ ഒരു സാധനം, ഇതും കൊണ്ട് നടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഒട്ടകത്തിന്റെ അമ്മ കുട്ടീനോട് പറഞ്ഞു, മോളെ ഞാൻ നമ്മൾ ലക്കിയാണ്, നമ്മൾ ഭയങ്കര ഭാഗ്യവാനാണ്. കാരണം എന്താ, ഈ മുഴ ഉള്ളത് കൊണ്ട് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് ദാഹം നമ്മൾ അറിയില്ല, എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഈ ചൂടത്ത് നടക്കാൻ സാധിക്കും. ഇതിനകത്തു നിന്ന് നമുക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടും. അവിടെ ദാഹം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ മുഴ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി, നമ്മൾ അത്ര ഭാഗ്യവന്മാരാണ്, ഭയങ്കര സന്തോഷം. ശരി, അടുത്തതായിട്ട് കുട്ടി ചോദിച്ചു, അമ്മ ഇതെന്താ നമ്മളെ കണ്ണിന്റെ മുന്നിൽ മാത്രം ഇങ്ങനെ കുറെ രോമങ്ങൾ തൂങ്ങിക്കിടക്കുന്നത്, ഈ രോമങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് മരിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് എന്താ അങ്ങനെയും ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കുട്ടിയുടെ അടുത്ത്, മോളെ നിങ്ങൾ മനസ്സിലാക്കണം, എന്താ വെച്ചാൽ നമ്മൾ മരുഭൂമി കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ കാറ്റടിച്ചു കഴിഞ്ഞ് മണ്ണ് പാരി നമ്മുടെ കണ്ണിൽ വന്ന് തട്ടും. ഈ കണ്ണിൽ നമ്മളെ കാഴ്ച പോകാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ രോമങ്ങൾ. സോ നമ്മൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്, നമുക്ക് മാത്രമേ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് പിന്നെയും ഹാപ്പി, ഇതും നമുക്ക് മാത്രമല്ലാണോ, അടിപൊളി എന്ന് വിചാരിച്ചു. പിന്നെ കുട്ടി ചോദിച്ചു, അമ്മേ നമ്മളെ കാലിൽ മാത്രം എന്താ ഈ സോക്സ് ഇട്ട പോലെ ഈ കുളമ്പിന്റെ മേലെ ഈ സോക്സ് പോലത്തെ ഒരു സംഭവം എന്താ ഉള്ളത്, ഇത് എന്തിനാ നമുക്ക് ഇത്ര ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ നമ്മൾ മരുഭൂമി കൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ കാല് പൊള്ളാതിരിക്കും, മരുഭൂമി ഭയങ്കര ചൂടായിരിക്കില്ലേ, അപ്പൊ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ദൈവമായിട്ട് നമ്മളെ കാലിൽ ഇട്ടിട്ടുള്ള ഒരു സോക്സ് ആണിത്. അപ്പൊ നമ്മൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ സോക്സ് ഇട്ടതെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞ ശേഷം കുട്ടി ചോദിച്ചു, അല്ല അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇത്രയും ഭയങ്കര ഭാഗ്യവാന്മാരാണെങ്കിൽ നമ്മൾ ഈ സൂവിൽ എന്താ ചെയ്യുന്നത്, ഈ കാഴ്ചബംഗ്ലാവിൽ നമുക്ക് എന്താ പണി, നമ്മൾ ശരിക്കും അങ്ങനെ മരുഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അമ്മക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ കഥയുടെ സാരാംശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ബട്ട് ഈ കൂട്ടിനകത്താണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. ആ കൂട്ടിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ, നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാതെ ഭയങ്കര കമ്പനി എന്താ ഓഫർ എന്നറിയോ, RCMന്റെ ഓഫറുകൾ, അടിപൊളി ഓഫറുകൾ RCM തരുന്നത്, തായ്ലൻഡ് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓഫറുകൾ നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓഫറുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഓഫർ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടൂ. സോ ആ കൂട്ടിൽ നിന്ന്, ആ കാഴ്ച ബംഗ്ലാവിൽ നിന്ന്, ആ സൂവിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. എല്ലാ ആൾക്കാർക്കും വലിയ വിജയം നേടട്ടെ എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ്. താങ്ക് യു. വൺസ് അഗൈൻ ഞാൻ സുരാജ് സാറിന് നന്ദി പറയുന്നത്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അഗൈൻ പ്രോഗ്രാം നമ്മുടെ സ്റ്റാർ റൂബി മൂർത്തി സാറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു മൂർത്തി സാർ.